പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെയും പാർട്ടിയുടെയും ആകെ ബോധ്യമാണ് ധനരാജ് ഫണ്ടിൽ നിന്ന്, കെട്ടിട നിർമ്മാണ ഫണ്ടിൽ നിന്ന് 1 രൂപ പാർട്ടിക്ക് നഷ്ടപ്പെട്ടില്ല എന്നുള്ളത്. അത് പാർട്ടിയുടെ ബോധ്യമാണ്. അത് മലയാള മനോരമയുടെയോ അല്ലെങ്കിൽ ഏഷ്യാനെറ്റിന്റെ മുമ്പാകെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം പാർട്ടിക്കില്ല. ഈ കഴിഞ്ഞ 23-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം സർ വി കുഞ്ഞികൃഷ്ണൻ ഏഷ്യാനെറ്റിന് നൽകിയിട്ടുള്ള പ്രത്യേക അഭിമുഖത്തിലൂടെ പാർട്ടി ശത്രുക്കളുടെ കോടാലിക്കൈയായി മാറിയിരിക്കുകയാണ്. അഭിമുഖം കൊടുക്കുന്ന സമയത്ത് BJPയുടെ അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരന്റെ സ്വന്തം ചാനൽ തന്നെ തെരഞ്ഞെടുത്തത് യാദൃശികമായിട്ട് പാർട്ടി കാണുന്നില്ല. പാർട്ടിക്കെതിരായിട്ട് അജണ്ട സെറ്റ് ചെയ്ത് ചാനൽ ചർച്ചയും മറ്റും സംഘടിപ്പിക്കുന്ന ആളെ തന്നെ അതിനുവേണ്ടി നിയോഗിച്ചതും യാദൃശികമാണ് എന്ന് പാർട്ടി കാണുന്നില്ല. അജണ്ട സെറ്റ് ചെയ്തുകൊണ്ടുള്ള അഭിമുഖമാണ് കഴിഞ്ഞ 23-ാം തീയതി സംഘടിപ്പിച്ചിട്ടുള്ളത്. സെറ്റ് ചെയ്ത അജണ്ട, തെരഞ്ഞെടുത്ത സമയം, തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവാണല്ലോ. അപ്പൊ കൃത്യമായി സമയം തെരഞ്ഞെടുത്ത് അജണ്ട സെറ്റ് ചെയ്ത് തയ്യാറാക്കിയ അഭിമുഖമാണ് കഴിഞ്ഞ 23-ാം തീയതി ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യുകയും അതിനെ തുടർന്ന് മറ്റ് ചാനലുകളും മറ്റും അത് ഏറ്റുപിടിക്കുകയും ചെയ്തിട്ടുള്ളത്. ഉന്നയിക്കപ്പെട്ട കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം 2022 ഏപ്രിൽ മാസത്തിൽ ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്ത് ഉയർന്നു വന്നിട്ടുള്ള വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് പാർട്ടി നിലപാടെടുത്ത കാര്യങ്ങളാണ്, തീരുമാനമെടുത്ത കാര്യങ്ങളാണ്, പുതിയ കാര്യങ്ങളല്ല. ആ ഘട്ടത്തിൽ തന്നെ നിങ്ങളെല്ലാവരും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധിയായ നിറം പിടിപ്പിച്ച നുണകൾ, കഥകൾ പ്രചരിപ്പിച്ചതുമാണ്. അപ്പൊ 2022 ഏപ്രിൽ മാസം ജില്ലാ കമ്മിറ്റി വിഷയം ചർച്ച ചെയ്തതിന് ശേഷം പാർട്ടിയുടെ നിലപാട് സ്വീകരിക്കുകയുണ്ടായി. ഇപ്പൊ തുടർന്ന് കുറച്ചു കാലം വി കുഞ്ഞികൃഷ്ണൻ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ നിന്നും മറ്റും വിട്ടുനിൽക്കുകയുണ്ടായി. എന്നാൽ അധികം വൈകാതെ വീണ്ടും അദ്ദേഹം പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുത്തു. അതിനുശേഷം അദ്ദേഹത്തെ പാർട്ടി ജില്ലാ കമ്മിറ്റിയിലേക്ക് ക്ഷണിതാവ് ആയതിനു ശേഷം പിന്നീട് പാർട്ടിയുടെ വിവിധ തലങ്ങളിലുള്ള സമ്മേളനങ്ങൾ നടന്നു. ആ സമ്മേളനത്തിൽ കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിൽ അദ്ദേഹം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായി മാറുകയും ചെയ്തു. അപ്പൊ 2022 ഏപ്രിൽ മാസത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ച വിഷയം, അതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ മാധ്യമങ്ങളുടെ മുമ്പാകെ വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങൾ അന്ന് പാർട്ടിക്കകത്ത് അദ്ദേഹം ഉന്നയിച്ച വിഷയം സംബന്ധിച്ച് പാർട്ടി ചർച്ച ചെയ്ത് വ്യക്തതയോടുകൂടിയുള്ള നിലപാട് സ്വീകരിച്ചതാണ്. ആ നിലപാടിനെ തുടർന്ന് അദ്ദേഹം വീണ്ടും പാർട്ടിയുടെ വിവിധ പ്രവർത്തനങ്ങളിൽ സജീവമായതാണ്. പാർട്ടി ജില്ലാ കമ്മിറ്റിയിലേക്ക് ക്ഷണിതാവായി വന്നതാണ്. ജില്ലാ കമ്മിറ്റി അംഗമായി മാറിയതാണ്. അതിനുശേഷം ജില്ലാ കമ്മിറ്റി മെമ്പറായതിന് ശേഷം അദ്ദേഹം പുതിയ ചില വിഷയങ്ങൾ പാർട്ടിക്കകത്ത് ഉന്നയിക്കുകയുണ്ടായി. അതാണ് അദ്ദേഹം ഇപ്പോ പുതുതായിട്ട് നിങ്ങളുടെ മുമ്പാകെ ഉന്നയിച്ച ഒരു വിഷയം. പയ്യന്നൂരിലെ ഒരു സഹകരണ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥലം എടുത്തതുമായി ബന്ധപ്പെട്ട വിഷയം പയ്യന്നൂർ MLA സഖാവ് TI മസൂദനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, TI മസൂദൻ ആ ബാങ്കിന്റെ പ്രസിഡന്റ് അല്ല. സഹകരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ, ദൈനംദിന കാര്യങ്ങൾ വളരെ ഫലപ്രദമായി നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുന്നതിന് പാർട്ടിക്ക് ഒരു സംവിധാനമുണ്ട്. എല്ലാ സഹകരണ സ്ഥാപനങ്ങളെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് പാർട്ടിക്ക് ഒരു സബ് കമ്മിറ്റി ഉണ്ട്. ഭരണസമിതി അംഗങ്ങളും പാർട്ടി നേതാക്കളും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കമ്മിറ്റിയാണ് ആ കമ്മിറ്റി. ആ സബ് കമ്മിറ്റിയുടെ കൺവീനറും TI മസൂദൻ അല്ല. ബാങ്കിന്റെ പ്രസിഡന്റ് അല്ല, വൈസ് പ്രസിഡന്റ് അല്ല, ആ ഭരണസമിതിയിലെ അംഗമല്ല. ബാങ്കിന്റെ സബ് കമ്മിറ്റിയുടെ കൺവീനറും TI മസൂദൻ അല്ല. അപ്പൊ ബാങ്ക് ഭരണസമിതി തീരുമാനപ്രകാരം ഈ സബ് കമ്മിറ്റി, പാർട്ടിയുടെ സബ് കമ്മിറ്റി തന്നെ പരിശോധിച്ചുകൊണ്ട് പാർട്ടി സബ് കമ്മിറ്റി അംഗീകരിക്കുകയും അതോടൊപ്പം തന്നെ വകുപ്പ് തലത്തില് അനുമതി തേടി നിയമപരമായി വേണ്ടുന്ന എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ടാണ് ഈ സഹകരണ സ്ഥാപനം ഭൂമി എടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോ ഇതിന്റെ ചുമതലകളിലൊന്നും ഇല്ലാത്ത TI മസൂദനെ എന്തിനാണ് അദ്ദേഹം ലക്ഷ്യം വെക്കുന്നത്? അദ്ദേഹം ഉന്നയിച്ച മറ്റൊരു കാര്യം, സഖാവ് EP-ക്ക് വേണ്ടി TI മസൂദനും മുഖാന്തരം ഒരു ജ്യോത്സ്യൻ മുഖാന്തരം അമിത്ഷായെ ബന്ധപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു. ഇതാണ് മറ്റൊരു ആക്ഷേപം. ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി. എന്തെങ്കിലും വിവരം നൽകാനുണ്ടോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അത് ഞാൻ അവിടുന്ന് ഇവിടുന്നും കേട്ട കാര്യങ്ങൾ അങ്ങ് കമ്മിറ്റിയിൽ പറഞ്ഞത് മാത്രമേ ഉള്ളൂ, എനിക്ക് മറ്റൊന്നും അറിയില്ല. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. അപ്പോ രേഖ നൽകാൻ വേണ്ടി പറയുന്ന സമയത്ത് രേഖയല്ല അദ്ദേഹം നൽകിയത്. ഇപ്പോ ഈ സഹകരണ സ്ഥാപനം ഭൂമി എടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്തു. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഉന്നയിച്ച വിഷയവും ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്തു. ഈ ജില്ലാ കമ്മിറ്റിയിൽ ഉന്നയിച്ചത് കൊണ്ടാണ് തനിക്കെതിരായിട്ട് നടപടി വന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ജില്ലാ കമ്മിറ്റിയിൽ ഉന്നയിക്കുകയല്ല ചെയ്തത്. ജില്ലാ കമ്മിറ്റിയിൽ ഉന്നയിക്കുന്ന വിഷയം, തനിക്ക് വിയോജിപ്പുള്ള വിഷയം
എങ്ങനെയാണ് മാധ്യമങ്ങളിൽ വരുന്നത്? ജില്ലാ കമ്മിറ്റിയിൽ ഉന്നയിക്കുകയും അതിന് പാർട്ടി കമ്മിറ്റിയിൽ ഉന്നയിക്കുകയും ഉന്നയിച്ച വിഷയം മാധ്യമങ്ങളിൽ ചർച്ചയാവുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി. എങ്ങനെ സംഭവിച്ചു? അപ്പൊ ചർച്ചയായതുകൊണ്ട് തന്നെ ഈ സംബന്ധിച്ച് പാർട്ടിക്ക് നിലപാട് വ്യക്തമാക്കണമായിരുന്നു. തെറ്റായ കാര്യമാണ്, ഒരടിസ്ഥാനവും ഇല്ലാത്ത കാര്യമാണ് പാർട്ടി DC-യിൽ ഉന്നയിച്ചത്. പരിശോധിച്ചപ്പോൾ ഒരടിസ്ഥാനവുമില്ല. കമ്മീഷൻ വെച്ച് അന്വേഷിച്ചതാണ്, ഒരടിസ്ഥാനവുമില്ല. അപ്പൊ അടിസ്ഥാനമില്ലാത്ത കാര്യം ഉന്നയിച്ച് ആ ഉന്നയിച്ച വിഷയം മാധ്യമങ്ങളിൽ ചർച്ച ആക്കിയത് വഴി പാർട്ടിയുടെ യശസ്സിനെയാണ് അത് കളങ്കമേൽപ്പിച്ചിട്ടുള്ളത്. അത് കണക്കിലെടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരായിട്ട് പാർട്ടി നടപടിയിലെ രണ്ടാമത്തെ ഇനമായിട്ടുള്ള ശാസന എന്ന നടപടി സ്വീകരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല, ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. പക്ഷെ തെറ്റായ കാര്യങ്ങൾ ഉന്നയിച്ച് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന അദ്ദേഹത്തിന്റെ നിലപാട് ശരിയല്ല എന്നതുകൊണ്ട് ശാസന എന്ന് പറയുന്ന നടപടി സ്വീകരിക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ ഈ നടപടി വന്നപ്പോൾ ഞാൻ ഇത് സംബന്ധിച്ചാണ് എന്റെ പത്രക്കുറിപ്പിൽ അദ്ദേഹം നടപടി അംഗീകരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളത്. ജില്ലാ കമ്മിറ്റി യോഗത്തിൽ എല്ലാ അംഗങ്ങളും ശക്തമായ വിമർശനമാണ് അദ്ദേഹത്തിനെതിരായി ഉന്നയിച്ചത്. ആ ഘട്ടത്തിലാണ് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് താൻ അംഗീകരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത്. എന്താ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞത്? വിഭാഗീയ ലക്ഷ്യങ്ങളോടെ TA മസൂദനെ പൊതുമധ്യത്തിൽ താറടിക്കാൻ വേണ്ടി ബോധപൂർവം ഉയർത്തിക്കൊണ്ടുവന്ന വിഷയമാണ് എന്നാണ് അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയത്. ആ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് അദ്ദേഹം അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ ചെയ്ത തെറ്റ് അംഗീകരിക്കലല്ലേ? അങ്ങനെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് അംഗീകരിച്ചില്ല എന്ന് അദ്ദേഹം പറഞ്ഞു, അംഗീകരിച്ചു എന്ന് പറഞ്ഞില്ലേ? ആ യോഗം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ചർച്ച ചെയ്തിരുന്നു. നേരത്തെ പയ്യന്നൂരിൽ ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാർത്ത ചോർന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം, അന്നത്തെ പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്ത് ക്ലോസ് ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി വാർത്ത ചോർച്ച സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം നടത്തണമെന്ന് തീരുമാനിച്ചിരുന്നു. അത് സംബന്ധിച്ചും അന്വേഷിച്ചു. ഈ അന്വേഷിച്ചതിന്റെ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് പാർട്ടി DC-യുടെ കയ്യിലുണ്ട്. കൃത്യമായ തെളിവുണ്ട്. വാർത്ത ചോർച്ച സംബന്ധിച്ച് ഊഹാപോഹമല്ല, കൃത്യമായ തെളിവുണ്ട്. ഇപ്പൊ ഞാൻ ഒരാളോട് ഒരു സംഗതി എനിക്കൊന്ന് വാട്സപ്പിൽ അയച്ചു തരണമെന്ന് പറയുകയാണ്. അങ്ങനെ അയച്ച സാധനത്തിന്റെ സ്ക്രീൻഷോട്ട് മാധ്യമങ്ങളിൽ വരികയാണ്. അതിന്റെ തെളിവ് പാർട്ടിയുടെ മുമ്പിൽ വരികയാണ്. അപ്പൊ എന്താ അനുമാനിക്കുക? ഞാനാണ് എന്റെ ഫോണിലാണ് അയച്ചതെങ്കിൽ ആ സ്ക്രീൻഷോട്ട് പുറത്തു വന്നാൽ അതിന്റെ ഉത്തരവാദി ആരായിരിക്കും? എന്തായാലും പാർട്ടി ഇക്കാര്യം ചർച്ച ചെയ്തിട്ട് താഴോട്ടേക്ക് പറഞ്ഞില്ല. കാരണം ഞങ്ങൾ കണ്ടത് ഇത് വളരെ നേരത്തെ പയ്യന്നൂരിൽ ഉണ്ടായിട്ടുള്ള വിഭാഗീയ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ആ ഘട്ടത്തിൽ ഉയർന്നു വന്ന വിഷയങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഈ സംബന്ധിച്ച് വിവിധ തലങ്ങളിലുള്ള സഖാക്കളുടെ മൊഴിയും മറ്റും ശേഖരിച്ചിരുന്നു. അതുകൊണ്ട് ജില്ലാ കമ്മിറ്റിയിൽ ഇത് അംഗീകരിക്കുന്നതിന് പുറമെ ജില്ലാ കമ്മിറ്റി ഇത് അംഗീകരിച്ചതാണ് ആ റിപ്പോർട്ട്. ഏരിയ കമ്മിറ്റിയിൽ കൂടി പറയുക, താഴോട്ടേക്ക് നേരത്തെ കഴിഞ്ഞ കാര്യമായതുകൊണ്ട് തുടർന്ന് പറയേണ്ട, അതിന്റെ മേലെ മറ്റു നടപടി സ്വീകരിക്കേണ്ട എന്ന് പാർട്ടി തീരുമാനിച്ചു. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഞാൻ എന്തിനാണ് ഇപ്പോഴും പറയുന്നത്? ഇക്കാര്യം V. കുഞ്ഞികൃഷ്ണനാണ് ഇപ്പൊ വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നുവെന്നും അത് പാർട്ടി DC അംഗീകരിച്ചിരുന്നുവെന്നും അത് ഏരിയ കമ്മിറ്റിയിലേക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നുവെന്നും V. കുഞ്ഞികൃഷ്ണനാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പറയുന്നതിന്റെ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, താൻ നാളിതുവരെ വാർത്ത ചോർത്തിയിട്ടില്ല. നാളിതുവരെ ചോർത്തിയിട്ടില്ല എന്ന് പറയുന്നതിന്റെ കൂടെ അദ്ദേഹം പറഞ്ഞു ഒരു കോമയിട്ടിട്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ഈടെ അല്ലെ? നിങ്ങൾ കേട്ടില്ലേ? ഈടെ അല്ല, കുറച്ച് മുമ്പേ വരെ. ഈടെ അല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അപ്പൊ അദ്ദേഹം വാർത്ത ചോർത്താൻ വേണ്ടി തുടങ്ങിയ എപ്പം മുതലാ? അതൊരു കുറ്റസമ്മതമല്ലേ? നിങ്ങളൊന്ന് ചിന്തിക്കൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ജില്ലാ കമ്മിറ്റി മെമ്പറായിട്ട് പ്രവർത്തിക്കുക, പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയായി പ്രവർത്തിച്ച ഒരു സഖാവ്, നിങ്ങൾ തന്നെ ഒരു പുതിയ പ്രതിബിംബം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ഈ പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് പാർട്ടിയെ വഞ്ചിച്ചുകൊണ്ട് വാർത്ത ചോർത്തുകയായിരുന്നു എന്ന് ഏറ്റുപറയുകയല്ലേ ചെയ്തത്. പാർട്ടിക്കകത്ത് നിന്ന് അങ്ങനെ ഒരു പണി ചെയ്യാൻ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന പദത്തിന്റെ പരിസരത്ത് പോയ ഒരു മനുഷ്യന് കഴിയുമോ? അപ്പൊ വാർത്ത ചോർത്താൻ വേണ്ടി തുടങ്ങിയോടുകൂടി അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് അല്ലാതായി മാറി. അപ്പൊ അങ്ങേയത്തെ തെറ്റായ നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ ഈ സംഭവം കഴിഞ്ഞിട്ട് തന്നെ 6 മാസം പിന്നിട്ടു. 6 മാസം കഴിഞ്ഞ ശേഷം ശരി, അദ്ദേഹം പാർട്ടി ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വരാറില്ല. പക്ഷെ പയ്യന്നൂർ ഏരിയ കമ്മിറ്റി യോഗത്തിൽ വരുന്നുണ്ട്, ലോക്കൽ കമ്മിറ്റി യോഗങ്ങളിൽ പോകുന്നുണ്ട്, പാർട്ടി പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുന്നുണ്ട്. അപ്പൊ അന്നൊന്നും ഈ നടപടിയൊക്കെ എടുത്ത് അദ്ദേഹത്തെ ശാസന എന്ന് പറയുന്ന ശിക്ഷയ്ക്ക് വിധേയമാക്കിയിട്ടും പിന്നെയും 6 മാസം കഴിഞ്ഞു. ഈ 6 മാസത്തിനിടയിലും അദ്ദേഹത്തിന് ഇതൊന്നും പറയാൻ വേണ്ടി തോന്നിയില്ല. എന്തേ ഇപ്പൊ പറയുന്നത്? കൃത്യമായ ലക്ഷ്യമുണ്ട്. തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്. മധുവിനോടുള്ള പക
ആ പകയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നേരത്തെയുള്ള അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ടി എ മസൂദൻ എന്ന പാർട്ടി നേതാവിന്റെ സ്വീകാര്യത, അദ്ദേഹത്തിന്റെ യശസ്, അതിനെ കളങ്കപ്പെടുത്തുന്നതിന് വേണ്ടി ബോധപൂർവം നടത്തുന്ന വൈര്യ നിര്യാതന ബുദ്ധിയോടുകൂടി നടത്തുന്ന പ്രവർത്തനമല്ലേ? അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ നിന്ന് വ്യക്തമല്ലേ? ഈ പയ്യന്നൂരിലെ സഹകരണ സ്ഥാപനം ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഭൂമി വിലക്ക് വാങ്ങിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഉന്നയിച്ച ആക്ഷേപം എന്താ? അതായത് 2011 ആധാരപ്രകാരം 15.5 ലക്ഷം രൂപക്ക് രജിസ്റ്റർ ചെയ്ത ഭൂമി, 2011 ആധാരപ്രകാരം 15.5 ലക്ഷം രൂപക്ക് രജിസ്റ്റർ ചെയ്ത ഭൂമി എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ആധാരത്തിൽ എത്രയാണ് വിലയെങ്കിലും യഥാർത്ഥ വില കൊടുത്ത് 17 ലക്ഷമാണ്. പരിശോധനയിൽ അത് 17 ലക്ഷത്തിനായിരുന്നു ആ ഭൂമി വിൽപ്പന നടത്തിയത് എന്ന് ബോധ്യമായിട്ടുണ്ട്. ആ ഭൂമി 2011 രജിസ്റ്റർ ചെയ്ത ഭൂമി 2017 6 വർഷങ്ങൾക്ക് ശേഷം 18.75 ലക്ഷം രൂപ നൽകി വാങ്ങി എന്നതാണ് ആക്ഷേപം. 2011 സാമാന്യമായി ചിന്തിച്ചാൽ മതി. 17 ലക്ഷം രൂപക്ക് വാങ്ങിയ ഭൂമി 6 വർഷം കഴിയുമ്പോൾ 18.75, യഥാർത്ഥത്തിൽ 18.75 ഇല്ല, 18 ലക്ഷമാണ്. 18 ലക്ഷം രൂപക്ക് വാങ്ങുന്നത് സ്വാഭാവികല്ലേ? അതിലെന്താ അഴിമതി? ഇത് പറഞ്ഞുകൊണ്ട് ഒരു ഇടനിലക്കാരനെ അവതരിപ്പിക്കുക, എന്നിട്ട് ആ ഇടനിലക്കാരനുമായിട്ട് ഗൾഫിൽ വെച്ച് മീറ്റ് ചെയ്യുന്നതിന്റെ ഫോട്ടോ അന്വേഷണ കമ്മീഷൻ മുമ്പാകെ നൽകുകയാണ്. ആ ഫോട്ടോ പരിശോധിച്ച് നോക്കി. ഗൾഫിൽ പോകുന്നതിനും വരുന്നതിനും രേഖയുണ്ടാവുമല്ലോ, പാസ്പോർട്ടിൽ രേഖയുണ്ടാവുമല്ലോ. പാസ്പോർട്ട് പരിശോധിച്ചു. അപ്പോഴാണ് കാണുന്നത് ആ യാത്രയുടെ ഫോട്ടോ എന്ന് പറയുന്നത് 2016 അപ്പൊ 2017 ഒരു ഭൂമി വാങ്ങുമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കി 2016 പോയിട്ട് ഗൂഢാലോചന നടത്തുക. ആ സമയത്ത് ബാങ്ക് ഇങ്ങനെ ഒരു സ്ഥലം വാങ്ങുന്നതിനെ കുറിച്ച് ചർച്ച പോലും ചെയ്തിരുന്നില്ല. ഈ സഹകരണ സ്ഥാപനത്തിന്റെ ഏതോ വിധത്തിലുള്ള ഭാരവാഹിയോ സബ് കമ്മിറ്റിയുടെ ചുമതലക്കാരനോ ടി എ മസൂദൻ ആയിരുന്നില്ല. അപ്പൊ തെറ്റായ ആക്ഷേപം പാർട്ടി കമ്മിറ്റിക്കകത്ത് ഉന്നയിക്കുക, എന്നിട്ട് അത് വാർത്തയായി വരിക, എന്നിട്ട് ഒരാളെ ലക്ഷ്യം വെച്ചുകൊണ്ട് തുടർച്ചയായി ആക്ഷേപങ്ങൾ ഉന്നയിക്കുക. എന്താ ഇതിന്റെ ഉദ്ദേശം? അപ്പൊ അന്ന് ഈ സഹകരണ സ്ഥാപനം ഭാവി വികസനം കണ്ടുകൊണ്ട് വികസന സാധ്യതയുള്ള ഒരിടത്താണ് ഈ സ്ഥലം വാങ്ങിയത് എന്ന് അന്വേഷണ കമ്മീഷൻ അതിന്റെ പരിശോധനയിൽ കണ്ടെത്തിയ യാഥാർത്ഥ്യമാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു, പാർട്ടി വ്യക്തത വരുത്തിയ കാര്യങ്ങളാണ്. ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരണ ജീവനക്കാരിൽ നിന്ന് പിരിച്ച തുക കാണാനില്ല എന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഇത്തരമൊരു ആക്ഷേപം ഉന്നയിച്ചപ്പോൾ 3 ഏരിയ കമ്മിറ്റി മെമ്പർമാരെ ഓഡിറ്റർമാരായിട്ട് പാർട്ടി ഏരിയ കമ്മിറ്റി നിശ്ചയിച്ചു. ആ ഏരിയ കമ്മിറ്റി ഈ ഓഡിറ്റർമാരോട് എല്ലാ രേഖകളും വെച്ചുകൊണ്ട് പരിശോധിച്ചു. ഓഡിറ്റർമാരായിട്ടുള്ള 3 പേർ, ഇന്റേണൽ ഓഡിറ്റർമാർ. അതിൽ അദ്ദേഹം പറഞ്ഞില്ല 70,47,374 രൂപ കൃത്യമായിട്ട് വരവ് ഇനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് ഓഡിറ്റ് റിപ്പോർട്ടിലുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ പുതിയ കണക്ക് അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉള്ള കാര്യം, ആ റിപ്പോർട്ട് പാർട്ടി ജില്ലാ കമ്മിറ്റി പരിശോധിച്ചതാണ്. ജില്ലാ കമ്മിറ്റി നിശ്ചയിച്ചുള്ള കമ്മീഷൻ അത് സംബന്ധിച്ചുള്ള പരിശോധന നടത്തിയതാണ്. ഓഡിറ്റർമാരെ ഇവിടെ DC ഓഫീസിൽ വിളിച്ചു വരുത്തി അവരോട് ചർച്ച ചെയ്താണ്, പരിശോധിച്ച് വ്യക്തത വരുത്തിയതാണ്. അതാണ് അദ്ദേഹം പുതിയ കാര്യമായിട്ട് ഇപ്പൊ വീണ്ടും അവതരിപ്പിക്കുന്നത്. റെസീറ്റ് കാണാതായ വിഷയം. ഇപ്പോ റെസീറ്റ് അച്ചടിച്ചപ്പോ സാധാരണ ജനാധിപത്യ ഇടതു എന്ന് പറയുന്ന വാക്കാണ് ഉപയോഗിക്കുക. പക്ഷെ അക്ഷരപെശക് വന്നു. അക്ഷരപെശക് വന്നപ്പോൾ മണ്ഡല കമ്മിറ്റിയുടെ സെക്രട്ടറി തന്നെ നിർദ്ദേശം കൊടുക്കുകയാണ്. മണ്ഡല കമ്മിറ്റിയുടെ സെക്രട്ടറി മധുവല്ല, നിർദ്ദേശം കൊടുക്കുന്നത് അത് മാറ്റി പുതിയ 6 റെസീറ്റുകളാണ്, പുതിയ റെസീറ്റ് ബുക്ക് അച്ചടിച്ചോ എന്ന് പറയുകയാണ്. അങ്ങനെ അച്ചടിച്ചോ എന്ന് പറഞ്ഞപ്പോൾ അച്ചടിച്ചു. പക്ഷെ അതിലൊരു വീഴ്ച സംഭവിച്ചു. ഈ 6 റെസീറ്റ് ബുക്കുകൾ അക്ഷരപെശകുള്ളതുണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ നശിപ്പിക്കണമായിരുന്നു. അപ്പൊ ഓഫീസിൽ നിന്ന് പണം ശേഖരിക്കുന്നതിന് വേണ്ടി ഒരാൾക്ക് കൊടുത്ത റെസീറ്റ് ഈ റെസീറ്റ് ബുക്കായി പോയി. ഓഫീസിനകത്ത് സംഭവിച്ചതാണ്, മാറ്റി അച്ചടിച്ച റെസീറ്റ്. ആ റെസീറ്റ് ബുക്ക് മധു ടി എ മസൂദനൻ പണം പിരിച്ച റെസീറ്റ് അല്ല. ടി എ മസൂദനൻ പണം പിരിച്ച റെസീറ്റ് അല്ല. ഈ 2 റെസീറ്റ് എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, ആ 2 റെസീറ്റില് 2 തരം റെസീറ്റ് എന്ന് പറയുന്ന ആദ്യം ഒഴിവാക്കിയ റെസീറ്റിൽ പണം പിരിച്ചത് ടി എ മസൂദനല്ല. ഓഫീസിൽ നിന്ന് കൊടുത്തപ്പോ ഒഴിവാക്കിയ റെസീറ്റ് എടുത്ത് കൊടുത്തുപോയി. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പണം പിരിച്ചത് മറ്റൊരു പാർട്ടി നേതാവാണ്. ആ പിരിച്ചതിന്റെ കണക്ക് കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്തിട്ടുണ്ട്, പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ എന്താ, ഇത് വെച്ചുകൊണ്ട് 2 തരം റെസീറ്റ് അച്ചടിച്ചു, ഇത് പണപ്പിരിവിൽ തട്ടിപ്പ് കാണിക്കാൻ വേണ്ടിയാണ് എന്ന നിലയിലുള്ള പ്രചരണമാണ് നടത്തിയത്. പാർട്ടിക്കകത്ത് ഉന്നയിച്ച കാര്യങ്ങൾ വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് വിധേയമാക്കി. അപ്പൊ ഈ കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ പാർട്ടി കണ്ടത് ഈ ഓഫീസിൽ പ്രത്യേകമായിട്ട് മണ്ഡലം കമ്മിറ്റി മെമ്പർമാർക്ക് ഈ കണക്ക് സംബന്ധിച്ചുള്ള ചുമതല നൽകിയിരുന്നില്ല.
ഓഫീസ് സെക്രട്ടറി വിശ്വസിച്ച് കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം അത് വേണ്ടത്ര ഗൗരവത്തോടെയല്ല കണ്ടിട്ടുള്ളത്. അപ്പൊ അതില് ചില റെസീറ്റ് ബുക്ക് നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇത് ശരിയാണ്, നഷ്ടപ്പെട്ടു എന്ന് ആദ്യഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു റെസീറ്റ് ബുക്ക് സഖാവ് ടി എ മസൂദനെ ഏൽപ്പിച്ച റെസീറ്റ് ബുക്കായിരുന്നു. ആ റെസീറ്റ് ബുക്ക് പിന്നീട് അദ്ദേഹം തന്നെ ആ ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, തിരക്കിനിടയിൽ പുസ്തകത്തിന്റെ ഇടയിലോ മറ്റോ വിട്ടുപോയതാണ്, അത് ഞാൻ നോക്കി കണ്ടെത്തി തരാം എന്ന് പറയുന്നുണ്ട്. പക്ഷെ പിന്നീടുള്ള അന്വേഷണത്തിൽ അദ്ദേഹം തന്നെ ആ റെസീറ്റ് ബുക്ക് കണ്ടെത്തി പാർട്ടി ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ ടി എ മസൂദന് കിട്ടിയിട്ടുള്ള റെസീറ്റ് ബുക്ക് കൃത്യമായി പാർട്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ചില റെസീറ്റ് ബുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇത് വിശദമായിട്ടുള്ള പരിശോധന ഓഡിറ്റർമാർ നടത്തി. അപ്പൊ റെസീറ്റ് ബുക്ക് നഷ്ടപ്പെട്ടു. ആ ബുക്കിൽ ആരെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള പണം രേഖപ്പെടുത്തിയോ അല്ലെങ്കിൽ പണം പിരിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു തെളിവും പാർട്ടിയുടെ മുന്നിലില്ല. ഓഡിറ്റർമാർ ഇത് വിശദമായ പരിശോധന നടത്തി. ഇത് ഓഫീസ് സെക്രട്ടറിയുടെ ഭാഗത്ത് വന്നുള്ള ഗുരുതരമായ വീഴ്ചയാണെന്ന് കണ്ടു. അതിനെ തുടർന്ന് അദ്ദേഹത്തിനെതിരായിട്ട് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക എന്നുള്ള അച്ചടക്ക നടപടി സ്വീകരിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ധനരാജ് ഫണ്ട് കൈകാര്യം ചെയ്തിട്ടുള്ളത് സഖാവ് ടി എ മസൂദനല്ല, അന്ന് ഏരിയ സെക്രട്ടറി വേറൊരാളാണ്. ധനരാജ് ഫണ്ട്, രക്തസാക്ഷി ഫണ്ട് 2-3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പിരിച്ചിരുന്നത്. കുടുംബത്തെ സഹായിക്കുക, രണ്ടാമത്തത് കുടുംബത്തിനൊരു വീട് വെച്ചു കൊടുക്കുക, പിന്നെയുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുണ്ട്, ആ കേസുകൾ കൈകാര്യം ചെയ്യുക. ഇങ്ങനെ വെച്ചുകൊണ്ടാണ് പാർട്ടി ആ ഫണ്ട് ശേഖരിച്ചിരുന്നത്. അപ്പൊ ആ ആവശ്യത്തിന് വേണ്ടി ശേഖരിച്ചിട്ടുള്ള ഫണ്ടും, അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ശേഖരിച്ചിട്ടുള്ള ഫണ്ടും, അതുപോലെ തന്നെ ഓഫീസ് നിർമ്മിച്ചതുമായി ശേഖരിച്ചുകൊണ്ടുള്ള വേണ്ടിയുള്ള ഫണ്ടും, ഇതിലൊന്നും പാർട്ടിക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ധനം നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും ഒരു വ്യക്തി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യക്തിപരമായി ഏതെങ്കിലും വിധത്തിലുള്ള ധനാപകരണം നടത്തിയതായിട്ട് പാർട്ടി കണ്ടെത്തിയിട്ടില്ല. വിശദമായ പരിശോധന ഓഡിറ്റർമാർ നടത്തിയതാണ്. പാർട്ടിയുടെ അന്വേഷണ കമ്മീഷനും വിശദമായ പരിശോധന നടത്തിയതാണ്. പക്ഷെ ഉണ്ടായ സംഭവം എന്താ? വരവ് ചെലവ് കണക്ക് സാധാരണ നിലയിൽ സമയബന്ധിതമായി അംഗീകരിക്കണം. അതാണ് പാർട്ടിയുടെ രീതി. അതിനൊരു മാനദണ്ഡമുണ്ട്. അതുപോലെ തന്നെ കേവലമായിട്ട് അംഗീകരിക്കലല്ല, ഇന്റേണൽ ഓഡിറ്റർമാരെ ഓഡിറ്റ് ചെയ്യണം. നിങ്ങൾ തന്നെ ഇപ്പം പറയുന്ന കേട്ടില്ലേ, അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, ഓഡിറ്റർമാർ, അദ്ദേഹം തന്നെ ഓഡിറ്ററായിട്ടുള്ള ചുമതല നിർവഹിച്ചല്ലോ. അപ്പൊ ഓഡിറ്റ് ചെയ്ത് ആ കണക്കാണ് പാർട്ടി കമ്മിറ്റി അംഗീകരിക്കുക. അതാണ് CPM രീതി. പക്ഷെ 2015-18 കാലയളവിലുള്ള ഈ ഫണ്ട് ശേഖരണമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ആ ഫണ്ട് ശേഖരണത്തിൽ ഈ കാലയളവിൽ അതിന്റെ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചില്ല. കൃത്യതയോടെ വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കാത്തതുകൊണ്ട് ഇക്കാര്യത്തിൽ 4 വർഷത്തെ കാലതാമസം ഉണ്ടായി. അതിനെ തുടർന്ന് ആ ഘട്ടത്തിൽ തന്നെ 2022 തന്നെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ബന്ധപ്പെട്ട സഖാക്കളുടെ മേലെ അച്ചടക്ക നടപടി സ്വീകരിച്ചതാണ്. അത് ഏതെങ്കിലും തരത്തിലുള്ള ധനാപകരണം നടത്തി എന്ന് കണ്ടെത്തിയതുകൊണ്ടല്ല. പാർട്ടി സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നിർബന്ധമായും ഉറപ്പുവരുത്തേണ്ട ചില അച്ചടക്കമുണ്ട്. കൃത്യമായിട്ട് വരവ് ചെലവ് കണക്ക് ഓഡിറ്റ് ചെയ്ത് അംഗീകരിക്കുക, അത് സമയബന്ധിതമായി അംഗീകരിക്കുക എന്നുള്ള പാർട്ടിയുടെ മാനദണ്ഡം പാലിക്കാത്തത് കൊണ്ട് അത് പരിഗണിച്ചുകൊണ്ട് ബന്ധപ്പെട്ട സഖാവ് ടി എ മസൂദൻ ഉൾപ്പെടെ അതിന് മൊത്തം ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചുമതലയില് പ്രധാനപ്പെട്ട സഖാക്കൾ, അവർക്കെല്ലാം എതിരായിട്ട് 2022 തന്നെ അച്ചടക്ക നടപടി സ്വീകരിച്ചതാണ്. അപ്പൊ അച്ചടക്ക നടപടി സ്വീകരിച്ച് പാർട്ടിയുടെ രീതിയിൽ അന്വേഷിച്ച് തീർപ്പാക്കിയ ഒരു കാര്യം ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോകുന്ന ഒരു ഘട്ടത്തിൽ വി കുഞ്ഞികൃഷ്ണൻ കൊണ്ടുവന്ന് പാർട്ടിക്കെതിരായി നിരന്തരമായ വാർത്ത ചമക്കുന്ന ഒരു മാധ്യമത്തെ ഉപയോഗിച്ച്, BJP അധ്യക്ഷന്റെ ചാനലിനെ ഉപയോഗിച്ച്, അതിൽ തന്നെ പാർട്ടിക്കെതിരായി നിരന്തരമായ വാർത്തകൾ തയ്യാറാക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനെ ഉപയോഗിച്ച് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ നടത്തിയത് ദുരൂഹമാണ്. അദ്ദേഹം ഇത്തരക്കാരുടെ കയ്യിലെ പാർട്ടിയെ കടന്നാക്രമിക്കുന്നതിന് വേണ്ടിയുള്ള കോടാലി കൈയായി അധപ്പതിച്ചിരിക്കുകയും. അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ വിഷയം ഉന്നയിച്ച ഏരിയ സെക്രട്ടറി എന്തിനാണ് അന്ന് മാറ്റിയത്? ഏരിയ സെക്രട്ടറിയെ മാറ്റിയതിന് ശേഷം അദ്ദേഹം കുറച്ചു കാലം പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തോട് പലരും സംസാരിച്ചു. തുടർന്ന് അദ്ദേഹം വീണ്ടും പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമായി. അതിനുശേഷം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിൽ ക്ഷണിതാവായി. അതിനെ തുടർന്ന് സമ്മേളനത്തിന് ശേഷം അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിലെ സ്ഥിരാംഗമായി. അങ്ങനെയുള്ള ഒരാള് അന്നുണ്ടായിട്ടുള്ള കാര്യം ഇപ്പൊ ഉന്നയിക്കാൻ എന്താണ് അദ്ദേഹത്തിന് ഇത്ര വലിയ പ്രകോപനം? എന്താണ് അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം? അതിനുശേഷമുള്ള നടപടി വന്നിട്ട് താക്കീത് എന്ന് പറയുന്ന നടപടിയാണ്, ശാസന എന്ന് പറയുന്ന നടപടിയാണ്. ആ ശാസന വന്നിട്ട് 6 മാസമായി. അതിനിടയിലും അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിരുന്നു. അവിടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളിയായിരുന്നു.
അപ്പൊ ഇപ്പോഴെന്താണ് പ്രകോപനം, അത് അദ്ദേഹം വ്യക്തമാക്കണം. അപ്പൊ കൃത്യമായി പാർട്ടി ശത്രുക്കളുടെ കയ്യിലെ കോടാലി കൈയായി അദ്ദേഹം അധപ്പതിച്ചിരിക്കുകയാണ് എന്ന് ചൂണ്ടിക്കാണിക്കുക. ഏരിയ സെക്രട്ടറി അന്ന് എന്തിനാണ് മാറ്റിയത് എന്ന ചോദ്യത്തിന് അന്നത്തെ യോഗം, ഇതിന്റെ പേരെയുള്ള തീരുമാനങ്ങളെല്ലാം എടുക്കുന്ന അന്നത്തെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സഹോ കോടിയേരിയുടെ മാർഗനിർദ്ദേശം അദ്ദേഹം തന്നെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ആ യോഗത്തിൽ നടന്ന ചർച്ചകളെല്ലാം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം യോഗത്തിൽ നടത്തിയ നിരീക്ഷണം മിനിറ്റ്സ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: മാനസിക ഐക്യം പയ്യന്നൂരിൽ നഷ്ടപ്പെട്ടു. അവിടെ സമ്മാന കൂപ്പൺ പദ്ധതി നടപ്പിലാക്കുമ്പോൾ അന്നത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ എന്തുകൊണ്ട് തടഞ്ഞില്ല? പാർട്ടി ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ട ഫണ്ട് സ്രോതസ്സായി കണ്ടിരുന്നത് സമ്മാന കൂപ്പൺ പദ്ധതിയിലൂടെയാണ്. പാർട്ടി നേരത്തെ ചർച്ച ചെയ്തുകൊണ്ട് ഈ സമ്മാന കൂപ്പൺ ഏർപ്പാട് പോലുള്ള പരിപാടി പാർട്ടി നടത്താൻ വേണ്ടി പാടില്ല എന്ന് തീരുമാനിച്ചത്. കാരണം അതൊരു സാധാരണ ഫണ്ട് ശേഖരണം പോലെയല്ല, വർഷങ്ങൾ നീണ്ടു നിൽക്കും. അങ്ങനെ നീണ്ടു നിൽക്കുന്ന ഒരു പദ്ധതിയൊക്കെ പല രീതിയിലും തെറ്റായ രീതിയിൽ സംഭവിക്കാൻ ഇടയുണ്ട്. അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചതാ. അപ്പോ അതുകൊണ്ടാണ് അന്നത്തെ യോഗത്തിൽ കോടിയേരി ഈ ചോദ്യം ഉന്നയിച്ചത്. അന്നത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ എന്തുകൊണ്ട് തടഞ്ഞില്ല? ഞങ്ങളെ കുറ്റപ്പെടുത്തി. കണക്ക് യഥാർത്ഥത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ജില്ലാ സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യുന്നില്ല, ജില്ലാ സെക്രട്ടറിയുടെ മുമ്പിൽ വന്നിരുന്നില്ല. പക്ഷെ പയ്യന്നൂർ എന്നുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ എന്തുകൊണ്ട് തടഞ്ഞിരുന്നില്ല? കണക്ക് ശരിയായ നിലയിൽ കൃത്യസമയത്ത് തയ്യാറാക്കി അവതരിപ്പിക്കാത്ത സ്ഥിതിയുണ്ട്. കോടിയേരിയുടെ നിരീക്ഷണമാണ് ഇത്. ചില സഖാക്കളെ അപകീർത്തിപ്പെടുത്താൻ അവസരമായി ഉപയോഗിക്കുന്നു. വാർത്തകൾ ചോർത്തിക്കൊടുക്കുന്ന നില തന്നെ ഉണ്ടായിട്ടുണ്ട്. പയ്യന്നൂരിലെ പാർട്ടിയെ തകർക്കാൻ സാധിച്ചാൽ ജില്ലയിലെ പാർട്ടിയെ ബാധിക്കും. മാധ്യമങ്ങളുടെ ഈ അജണ്ട തിരിച്ചറിയാൻ സാധിക്കണം. അച്ചടക്ക നടപടികൾ തെറ്റുതിരുത്തൽ പ്രക്രിയ മാത്രമാണ്. യോജിച്ചു പോകുന്ന നില സ്വീകരിക്കണം. നടപടി ജില്ലാ കമ്മിറ്റിയാണ് സ്വീകരിക്കേണ്ടത്. അച്ചടക്ക നടപടി എന്ന് കേൾക്കുമ്പോൾ സഖാക്കൾ തളർന്നു പോകാൻ പാടില്ല. കുടുംബത്തിലെ പ്രശ്നം പ്രയാസം തന്നെയാണ്, അത് ബന്ധപ്പെട്ടയാൾക്ക് മാത്രമേ പരിഹരിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞതിന് ശേഷം കോടിയേരിയുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. സെക്രട്ടറി എന്ന് പറഞ്ഞ ഏരിയ സെക്രട്ടറി, അന്നത്തെ ഏരിയ സെക്രട്ടറി ബി കുഞ്ഞികൃഷ്ണനായിരുന്നു. സെക്രട്ടറി പാർട്ടിയെ കൂട്ടിയോജിപ്പിക്കാൻ കഴിയുന്ന ആളല്ല. സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റൽ മാത്രമേ വഴിയുള്ളൂ. ലോക്കൽ കമ്മിറ്റികളും ജനറൽ ബോഡികളും വിളിക്കണം, ജില്ലാ സെക്രട്ടറി അംഗങ്ങൾ അതിൽ പങ്കെടുക്കണം. അപ്പൊ അന്നത്തെ ചർച്ച മുഴുവൻ കേട്ടതിന് ശേഷം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആ ചർച്ചയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നടന്ന കാര്യങ്ങൾ കൃത്യമായി വിശകലനം ചെയ്യുകയും സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട് പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ പറയുകയും ചെയ്തതാണ്. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പാർട്ടിയെ യോജിപ്പിച്ച് കൊണ്ടുപോകാൻ ബി കുഞ്ഞികൃഷ്ണന് സാധിക്കില്ല എന്നുള്ള കാര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ആ ഘട്ടത്തിൽ അദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് മാറ്റിയത്. അദ്ദേഹം ആക്ഷേപിക്കുന്ന എന്താ? പരാതി ഉന്നയിച്ച എന്നെയും ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് മാറ്റി. ജനാധിപത്യ കേന്ദ്രീകരണ തത്വം അനുസരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്. അപ്പൊ കേന്ദ്രീകൃത നേതൃത്വത്തിന്റെ ഗൈഡൻസിന് വിധേയമായിട്ടാണ് പാർട്ടിയുടെ ഉൾപാർട്ടി ജനാധിപത്യം. അപ്പൊ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കോടിയേരി പറഞ്ഞ കാര്യങ്ങൾ കൂടി കണക്കിലെടുത്ത്, അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അന്ന് പാർട്ടി ആ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഏഷ്യാനെറ്റിന്റെ ലേഖകൻ അദ്ദേഹം ഈ ഇന്റർവ്യൂ നടത്തുന്ന ഘട്ടത്തിൽ ശ്രീ വി കുഞ്ഞികൃഷ്ണനെ അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: യഥാർത്ഥ കമ്മ്യൂണിസ്റ്റിന്റെ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇതാ വി കുഞ്ഞികൃഷ്ണൻ രംഗത്ത് വന്നിരിക്കുന്നു. ഏഷ്യാനെറ്റിന് CPIM-നെതിരായിട്ട് ആരെങ്കിലും ഒരാൾ എന്ത് വിളിച്ചു പറഞ്ഞാലും അവർ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആവും. എന്നാൽ പാർട്ടിക്കുള്ളിൽ നിൽക്കുമ്പോൾ, പാർട്ടി നിലപാടുകൾക്കനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ അവരൊക്കെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണ്. പക്ഷെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എങ്ങനെ ആയിക്കൂടാ എന്നതിന്റെ ഉദാഹരണമായിട്ടാണ് യഥാർത്ഥത്തിൽ കുഞ്ഞികൃഷ്ണൻ ഇപ്പൊ നിൽക്കുന്നത്. പാർട്ടിയുടെ സംഘടനാ തത്വം മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സംഘടനാ രീതിയിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് CPIM. ആ സംഘടനാ തത്വം അനുസരിച്ച് ന്യൂനപക്ഷം ഭൂരിപക്ഷ തീരുമാനം നടപ്പിൽ വരുത്തണം. ഇവിടെ ജില്ലാ കമ്മിറ്റി തീരുമാനം എടുത്തത് ന്യൂനപക്ഷ ഭൂരിപക്ഷ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടല്ല. എല്ലാ തീരുമാനങ്ങളും ഏകകണ്ഠമായ ഐക്യകണ്ഠേനയുള്ള തീരുമാനങ്ങളായിരുന്നു. പാർട്ടിയുടെ കീഴ്ഘടകങ്ങൾ മേൽപ്പറഞ്ഞ തീരുമാനങ്ങൾ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കണം. വ്യക്തി കൂട്ടായ തീരുമാനങ്ങൾക്കും ഇച്ഛക്കും കീഴ്പ്പെടണം. എനിക്ക് ചിലപ്പോൾ വ്യക്തിപരമായ അഭിപ്രായം ഉണ്ടാവും, നിലപാടുകൾ ഉണ്ടാവും. പക്ഷെ കൂട്ടായി പാർട്ടിയുടെ ബന്ധപ്പെട്ട ഒരു ഘടകം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉള്ള ഞാൻ പൊതു നിലപാടിന്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് രീതി. അപ്പൊ അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റ് രീതിയാണോ വി കുഞ്ഞികൃഷ്ണൻ പിന്തുടരുന്നത്? അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റ് രീതിയാണോ അദ്ദേഹം ഇതുവരെ പഠിപ്പിച്ചിട്ടുള്ള മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സംഘടനാ തത്വം? അപ്പൊ കമ്മ്യൂണിസ്റ്റ് രീതി ലംഘിക്കുമ്പോൾ അതോടുകൂടി ഏഷ്യാനെറ്റിന് അദ്ദേഹം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റിന്റെ ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്ന ആളായിട്ട് മാറുകയാണ്. അപ്പോൾ പാർട്ടി ഇക്കാര്യങ്ങളെല്ലാം വളരെ വിശദമായി ചർച്ച ചെയ്യും. അദ്ദേഹം
ഉത്തമനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് അല്ല. ഉത്തമനായ കമ്മ്യൂണിസ്റ്റിന് ഇത്തരം നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തെ പാർട്ടിയെ വഞ്ചിക്കുകയാണ് ചെയ്തത്. പാർട്ടിയിൽ വിശ്വാസം അർപ്പിച്ച ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്തത്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് വി കുഞ്ഞികൃഷ്ണനെ പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ നിന്ന്, പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന്, പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കാൻ വേണ്ടി തീരുമാനിച്ച കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഇപ്പൊ പയ്യന്നൂരിലെ പാർട്ടി ഒരുപാട് ചരിത്രമുള്ള പാർട്ടിയാണ്. പയ്യന്നൂരിലെ പാർട്ടി ജന്മിത്വത്തിനും സാമ്രാജ്യത്വത്തിനും എതിരായിട്ടുള്ള മഹാപോരാട്ടങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി സ്രോതസ്സാണ് പയ്യന്നൂരിലെ പാർട്ടിയെ രൂപപ്പെടുത്തി കൊണ്ടുവന്നത്. വളരെ കൃത്യമായ സുദൃഢമായ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ് പയ്യന്നൂരിലെ പാർട്ടി. അവിടെയുള്ള ബഹുജനങ്ങളും ആ സമീപനമാണ് എല്ലാ ഘട്ടത്തിലും സ്വീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഇപ്പോഴ് വിഭാഗീയ താല്പര്യം വെച്ചുകൊണ്ട് ഉയർന്നു വരുന്ന വിഷയങ്ങളെ വക്രീകരിച്ച് തെറ്റായി അവതരിപ്പിച്ചുകൊണ്ട് മാധ്യമങ്ങളുടെ പിന്തുണയോടുകൂടി പാർട്ടിക്കെതിരായി നേരത്തെ ഒളിഞ്ഞായിരുന്നെങ്കിൽ ഇപ്പൊ തെളിഞ്ഞ് പാർട്ടിക്കെതിരായി രംഗത്ത് വന്നിരിക്കുകയാണ് ശ്രീ വി കുഞ്ഞികൃഷ്ണൻ. ഇത് പാർട്ടി ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. ഇതിനെ നേരിടാൻ കെൽപ്പുള്ള പാർട്ടിയാണ് പയ്യന്നൂരിലെയും കണ്ണൂർ ജില്ലയിലെയും കേരളത്തിലെയും പാർട്ടി എന്ന് ബന്ധപ്പെട്ടവര് മനസ്സിലാക്കുന്ന നല്ലതാണ്. തെറ്റായ ഒന്നിനെയും പാർട്ടി അംഗീകരിച്ചിട്ടില്ല. ഒന്നിനോടും തെറ്റായ ഒരു കാര്യത്തോടും പാർട്ടി കോംപ്രമൈസ് ചെയ്തിട്ടില്ല. വി കുഞ്ഞികൃഷ്ണൻ ഉൾപ്പെടെയുള്ള സഖാക്കളെ പാർട്ടിയുടെ കൂടെ ചേർത്ത് നിർത്തുന്നതിന് അങ്ങേയറ്റം ക്ഷമാപൂർവമായിട്ടുള്ള നിലപാടാണ് നാളിതുവരെ പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഗുരുതരമായ തെറ്റ് ഇദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായ ഘട്ടത്തിൽ പോലും പാർട്ടിയോടൊപ്പം തെറ്റ് തിരുത്തി പാർട്ടിയോടൊപ്പം ചേർത്ത് നിർത്തുക എന്നുള്ള സമീപനം പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴും അതിന്റെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് പാർട്ടിയെ പിന്നിൽ നിന്ന് കുത്തുന്ന, പാർട്ടിയെ വഞ്ചിക്കുന്ന സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഇതിനെ നേരിടാൻ കെൽപ്പുള്ള പാർട്ടിയാണ്. ബഹുജനങ്ങളെയും പാർട്ടിയെ സ്നേഹിക്കുന്ന എല്ലാ മനുഷ്യരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് വലതുപക്ഷ മാധ്യമങ്ങൾ വി കുഞ്ഞികൃഷ്ണൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന തെറ്റായ പ്രചരണങ്ങളെ, പാർട്ടിക്കെതിരായിട്ടുള്ള കടന്നാക്രമണങ്ങളെ ചെറുത്ത് പരാജയപ്പെടുത്തും എന്നുകൂടി പറയാൻ ആഗ്രഹിക്കും. താങ്ക് യു. ഞാൻ നേരത്തെ പറഞ്ഞു, നേരത്തെ ജില്ലാ കമ്മിറ്റിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം ചർച്ച ചെയ്തതിനു ശേഷം അദ്ദേഹം ജില്ലാ കമ്മിറ്റി യോഗങ്ങളിൽ വരുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ സന്ദർഭമായിരുന്നു ആ സന്ദർഭം. പിന്നീട് പയ്യന്നൂരിലെ മറ്റൊരു ആവശ്യത്തിന് വേണ്ടി ഞാൻ അവിടെ പോയപ്പോൾ അദ്ദേഹത്തെ നേരിൽ പോയിട്ട് കണ്ടിരുന്നു. അദ്ദേഹവുമായിട്ട് സംസാരിച്ച സമയത്ത് ഇങ്ങനൊരു പുസ്തകം എഴുതാൻ വേണ്ടി പോകുന്നുണ്ട് എന്ന് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. ആ പറഞ്ഞ കാര്യമൊന്നും യഥാർത്ഥമല്ല. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത് പാർട്ടി നേരത്തെ എടുത്ത നിലപാടുകൾ, അതിൽ നിന്ന് വ്യത്യസ്തമായി ഇങ്ങനെയുള്ള സമീപനം നിങ്ങൾ സ്വന്തം നിലയിൽ സ്വീകരിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, പാർട്ടിയെ സ്നേഹിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അതിൽ നിന്ന് പിന്മാറണമെന്ന് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹം അതിന് വഴങ്ങുന്ന നിലപാടല്ല സ്വീകരിച്ചത്. അദ്ദേഹം ഉടനെ തന്നെ മാധ്യമങ്ങളോട് കാര്യങ്ങൾ പിന്നീട് പങ്കുവെക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. ധനരാജ് ഫണ്ടുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉയർത്തിയ ആരോപണങ്ങളാണ് പൊതുസമൂഹത്തിന് മുന്നിൽ. അപ്പൊ ഈ സെക്രട്ടറി എന്ന് പറഞ്ഞു, അതിനകത്ത് ധനരാജ് കുടുംബത്തെ സഹായിക്കാൻ, വീട് വെക്കാൻ, കേസ് നടത്താൻ, ഇങ്ങനെ 3 ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് പണം സ്വരൂപിച്ചത്. എത്ര രൂപയാണ് പിരിച്ചത്, എത്ര രൂപയാണ് ചെലവായത്, എത്ര രൂപ ബാക്കിയുണ്ട്, കണക്ക് പാർട്ടി ഇതിന്റെ കണക്കൊക്കെ പാർട്ടിയുടെ ബന്ധപ്പെട്ട കമ്മിറ്റികൾ ചർച്ച ചെയ്യുകയും അംഗീകരിക്കുകയും ചെയ്തതാണ്. കമ്മിറ്റിയാണ് വരവ് ചെലവ് കണക്ക് അംഗീകരിക്കേണ്ടത്. ആ വരവ് ചെലവ് കണക്ക് കൃത്യമായിട്ട് ബന്ധപ്പെട്ട പാർട്ടി കമ്മിറ്റികൾ അംഗീകരിച്ചതാണ്. കണക്ക് അംഗീകരിക്കൽ മാത്രമല്ല, ഈ ആക്ഷേപം ഉയർന്നു വന്നല്ലോ, ആ ആക്ഷേപത്തിന്റെ മേലെ 3 പേരെ ഓഡിറ്റർമാരാക്കി വെച്ചുകൊണ്ട് ആ ഓഡിറ്റർമാർ പരിശോധന നടത്തിയതാണ്. പാർട്ടിയുടെ 1 രൂപ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വ്യക്തതയോടുകൂടി മനസ്സിലാക്കിയതാണ്. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത്, ധനരാജ് ഫണ്ട് എന്ന് പറയുന്നത് കുടുംബസഹായ ഫണ്ട് മാത്രമല്ല. കുടുംബസഹായ ഫണ്ട് ഉണ്ട്, വീടുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ളതുണ്ട്, കേസ് നടത്തുന്നതിനുമുണ്ട്. അപ്പൊ കേസ് നടത്തുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് ഇപ്പോഴും പാർട്ടിയുടെ കയ്യിലുണ്ട്. അവതരിപ്പിച്ചതിൽ ആകെ വരവ് 90,4,268 2021 കമ്മിറ്റിയിൽ അവതരിപ്പിച്ച ആകെ വരവ് 81,19,910. ചെലവ് വീട് നിർമ്മാണം 34,25,000, വക്കീലിന് 8,50,000, AKG ഭവന് 35 ലക്ഷം. അങ്ങനെ തുടങ്ങി ഈ ചെലവുകളും വരവും തമ്മിൽ വ്യത്യാസം വരുന്നുണ്ടോ? ഒരു വ്യത്യാസമില്ല. അത് നിങ്ങളുടെ കയ്യിലുള്ള കണക്കാണ്. പാർട്ടി കണക്ക് നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ. പാർട്ടിയുടെ രീതി പൊതുസമൂഹത്തിൽ നിന്ന് എല്ലാ ഘട്ടത്തിലും പാർട്ടി പൊതുസമൂഹത്തിൽ നിന്നാണല്ലോ പണം പിരിക്കുന്നത്. പൊതുസമൂഹത്തിൽ നിന്ന് പിരിച്ചിട്ടുള്ള പണം പാർട്ടിയുടെ രീതി, പാർട്ടിയുടെ ബന്ധപ്പെട്ട കമ്മിറ്റികളാണ് കണക്ക് വരവ് ചെലവ് കണക്ക് അംഗീകരിക്കുക.
സുതാര്യത കുറവ്. ഈ ചോദ്യം നിങ്ങൾ ഈ പൊതു ആവശ്യത്തിന് വേണ്ടി പിരിച്ചൊരു ഫണ്ട് ഉണ്ടല്ലോ, താങ്കൾ ഏഷ്യാനെറ്റിൽ നിന്നല്ലേ? പൊതു ആവശ്യത്തിന് വേണ്ടിയിട്ട് വയനാട് വീട് വെക്കുന്നതിന് വേണ്ടി പൊതു ആവശ്യത്തിന് വേണ്ടി ഫണ്ട് പിരിച്ചിട്ടുണ്ടല്ലോ. ആ പൊതു ആവശ്യത്തിന് വേണ്ടി പിരിച്ച ഫണ്ട് പുറത്തു വിടാൻ വേണ്ടി എന്താ നിങ്ങൾ ചോദിക്കാത്തെ? ഇത് പൊതു ആവശ്യമല്ല, ഇത് പാർട്ടിയുടെ ഓഫീസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയും രക്തസാക്ഷി കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ശേഖരിച്ച ഫണ്ടാണ്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും വ്യത്യസ്ത ഘട്ടങ്ങളിലും പാർട്ടി കൃത്യമായിട്ട് ഫണ്ട് ശേഖരിക്കാറുണ്ട്. ആ ഫണ്ട് ശേഖരിച്ചു കഴിഞ്ഞാൽ പാർട്ടി എടുക്കുന്ന സമീപനം, എല്ലാ ഘട്ടത്തിലും പാർട്ടി എടുക്കുന്ന സമീപനം ബന്ധപ്പെട്ട പാർട്ടി കമ്മിറ്റികൾ ആ വരവ് ചെലവ് കണക്ക് അംഗീകരിക്കലാണ്. ഈ വരവ് ചെലവ് കണക്ക് അംഗീകരിക്കുന്നത് 4 വർഷത്തെ കാലതാമസം ഉണ്ടായി. ആ കാലതാമസത്തിന്റെ പേരിൽ ബന്ധപ്പെട്ട സഖാക്കൾക്കെതിരായിട്ട് നടപടി സ്വീകരിച്ചു എന്നല്ലാതെ ആ കണക്ക് വിശദമായി 3 പേരെ ഓഡിറ്റർമാരെ വെച്ചുകൊണ്ട് പരിശോധിച്ചിട്ട് ആ ഓഡിറ്റ് റിപ്പോർട്ട് സഹിതം പാർട്ടി ജില്ലാ കമ്മിറ്റി നിശ്ചയിച്ചിട്ടുള്ള ഒരു അന്വേഷണ കമ്മീഷൻ അത് സംബന്ധിച്ചുള്ള വിശദമായ പരിശോധന നടത്തി ജില്ലാ കമ്മിറ്റിയും അതുപോലെ തന്നെ ഏരിയ കമ്മിറ്റിയും അംഗീകരിച്ച ഒരു കണക്ക് പാർട്ടിയുടെ ബോധ്യമാണ്. ആ സംഘടനാ കാര്യം തന്നെയാണ്. അത് നിങ്ങളുടെ അല്ലേ? സംഘടനാ കാര്യം തന്നെയാണത്. ഒരു മാധ്യമങ്ങളിലൂടെ പാർട്ടിക്കകത്ത് ഈ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്, അത് ഇത്രയാണ് പിരിച്ചത്, ഇത്ര വെട്ടിച്ചു, ഇത്ര AKG സെന്റർ ഉണ്ടാക്കാൻ വേണ്ടി മാറ്റിവെച്ചു, ഇത്ര TI മൻസൂറൻ കൊണ്ടുപോയി, ഇത്ര ബാങ്കിൽ ബാക്കിയുണ്ട് എന്ന് പറയുമ്പോൾ പാർട്ടിക്ക് പിരിച്ചതിന്റെ ചെലവായതിന്റെ കണക്ക് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അല്ല, അതില് പാർട്ടിക്കകത്ത് പറയേണ്ട കാര്യങ്ങൾ ഞങ്ങൾ പാർട്ടിക്കകത്ത് പറയും. ഇപ്പൊ വരവ് ചെലവ് കണക്ക് ഏഷ്യാനെറ്റിന് മുമ്പിൽ എനിക്ക് പറയേണ്ട കാര്യമില്ല. ഞങ്ങള് പാർട്ടിയുടെ കമ്മിറ്റി ഇത് അംഗീകരിച്ചതാണ്. ഇതിവിടെ ഞങ്ങൾ നിർത്തുന്നില്ല. ഞങ്ങൾ ബഹുജനങ്ങളിൽ ഇവിടെ മുമ്പാകെ ഇക്കാര്യം അവതരിപ്പിക്കാൻ പോവാണ്. പാർട്ടിയുടെ അനുഭാവികളും ബന്ധുക്കളും ഉണ്ട്. ഏഷ്യാനെറ്റിനോട് ഞങ്ങൾക്ക് ബാധ്യതയില്ല. പക്ഷെ നിങ്ങൾ പാർട്ടിയുടെ ചില അനുഭാവികളെയും ബന്ധുക്കളെയും നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അവരുടെ മുമ്പാകെ ഞങ്ങൾ ഇത് അവതരിപ്പിക്കും. ജനങ്ങളുടെ മുമ്പാകെ പാർട്ടിയുടെ ബഹുജനങ്ങളുടെ മുമ്പാകെ ഉണ്ടായിട്ടുള്ള വസ്തുതകൾ എന്താണെന്ന് കൃത്യമായി ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കും. അത് എന്താണ് വേണ്ടതെന്ന് ആ സമയത്ത് തീരുമാനിക്കും. അതിലെല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ചിലപ്പോൾ അംഗങ്ങളും ഉണ്ടായിരിക്കും, പല രാഷ്ട്രീയ പാർട്ടികളും. അപ്പൊ ആ പൈസ കൃത്യമായിട്ട് ധനരാജിന്റെ കുടുംബത്തിനാണോ കിട്ടിയത് എന്ന് അവർ ചോദിക്കുമ്പോൾ അത് കൃത്യമായിട്ട് അവിടെ പോയതാണെന്ന് അത് പാർട്ടിക്ക് പറയാൻ. അല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഫണ്ട് ശേഖരിക്കുന്നത് ധനരാജ് രക്തസാക്ഷി കുടുംബസഹായ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് പാർട്ടി ശേഖരിക്കുന്ന ഫണ്ട് സഹായത്തിന് വേണ്ടി മാത്രമല്ല. പാർട്ടി ശേഖരിച്ച എന്തിനു വേണ്ടിയാ? കുടുംബസഹായം, വീടുണ്ടാക്കി കൊടുക്കൽ, അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസ് നടത്തണ്ടേ? ധനരാജിനെ കൊലപ്പെടുത്തിയ ആളുകളെ ശിക്ഷിക്കണം. ആ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ PP വെക്കേണ്ടി വരും, കേസ് നടത്തണം. ഇങ്ങനെയുള്ള വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഫണ്ട് ശേഖരണം. ആ ഫണ്ട്, കേസ് നടത്താൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് ഇപ്പോഴും പാർട്ടിയുടെ കയ്യിൽ കൃത്യമായിട്ടുണ്ട്. ആ ഫണ്ടില് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. പാർട്ടിക്ക് പാർട്ടിയുടെ ഫണ്ട് 1 രൂപ നഷ്ടപ്പെട്ടിട്ടില്ല. അത് പാർട്ടി ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അത് നിങ്ങളോട് പറയാൻ പാർട്ടി ഉദ്ദേശിക്കുന്നില്ല എന്നല്ലേ പറഞ്ഞേ? അത് പാർട്ടിക്കകത്ത് പറയും. പാർട്ടിയെ സ്നേഹിക്കുന്ന പാർട്ടി ബന്ധുക്കളോടും ആവശ്യപ്പെട്ടാ പറയും. അതില് ഏഷ്യാനെറ്റിനോടോ ചാനലുകളോടോ പറയേണ്ട കാര്യമല്ല. അത് പാർട്ടിക്ക് ഒരു രീതിയുണ്ട്. പാർട്ടിയുടെ ഏത് ധനസമാഹരണമായാലും നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുണ്ട്, ഏതെങ്കിലും ഒരു ഫണ്ട് ശേഖരിച്ച് നേരെ പബ്ലിഷ് ചെയ്യുന്ന പരിപാടി. അത് പാർട്ടിയുടെ ഭരണഘടനാപരമായി പാർട്ടിയുടെ ബന്ധപ്പെട്ട കമ്മിറ്റിയാണ് അത് അംഗീകരിക്കേണ്ടത്. ആരോപണം നിങ്ങൾക്ക് ഇനി ഉയർത്താലോ, എന്ത് പറയാലോ? അങ്ങനെ പറഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പാകെ കണക്ക് കൊടുത്തിട്ട് വരാൻ വേണ്ടി പറ്റും. ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് ബോധ്യമുണ്ട്. പാർട്ടിയുടെ ബന്ധപ്പെട്ട കമ്മിറ്റിക്ക് ബോധ്യമുണ്ട്. പാർട്ടിയുടെ ബോധ്യമാണ്. പാർട്ടി ഏതെങ്കിലും വിധത്തില് ധനാപഹരണം നടത്തുന്ന പാർട്ടിയല്ല. ഇവിടെ ഏതെങ്കിലും ഒരാൾ ശരിയും മറ്റുള്ളവരും മുഴുവൻ തെറ്റുമല്ല. പാർട്ടിയുടെ ബോധ്യം. എന്താ അദ്ദേഹം പറയുമ്പോൾ പറഞ്ഞത്? അഭിപ്രായ വ്യത്യാസങ്ങൾ പാർട്ടി കമ്മിറ്റിക്കകത്ത് പറയാതിരിക്കുന്നത് ഇപ്പോൾ ഉള്ള നേതാക്കന്മാർക്കൊക്കെ അങ്ങ് മേലോട്ടേക്ക് എത്തണം, അതുകൊണ്ട് പറയാതിരിക്കുന്നതാണ്. കോടിയേരി പറഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ പറഞ്ഞത്. കോടിയേരിക്ക് ഇങ്ങനെ ഒരു നിലപാടെടുത്തിട്ട് ആരെ സുഖപ്പെട്ടിട്ട് ഏതിന്റെ മേലെ എത്താൻ വേണ്ടിയിട്ടാ? അപ്പൊ അങ്ങേത് തെറ്റായ കാര്യങ്ങൾ പാർട്ടിക്ക് മുമ്പാകെ പറയാണ്, പാർട്ടിയെ സംബന്ധിച്ച് പറയാണ്. കൃത്യമായി പാർട്ടിയുടെ സംഘടനാ തത്വം അനുസരിച്ച് സുതാര്യമായി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കേണ്ട ബന്ധപ്പെട്ട കമ്മിറ്റിയിലാണ്. ആ ബന്ധപ്പെട്ട കമ്മിറ്റി അംഗീകരിച്ചിട്ടുണ്ട്. അംഗീകരിക്കുന്നതിന്റെ കൂട്ടത്തിൽ ആക്ഷേപം വന്നപ്പോ ആ കമ്മിറ്റി തന്നെ പ്രത്യേകമായി ഓഡിറ്റർമാരെ നിയമിച്ചിട്ടുണ്ട്. ആ ഓഡിറ്റർമാരുടെ റിപ്പോർട്ട് സാധാരണ ജില്ലാ കമ്മിറ്റി, ഏരിയ കമ്മിറ്റിയുടെ വരവ് ചെലവ് കണക്ക് നോക്കേണ്ട കാര്യമില്ല. അത് ഏരിയ കമ്മിറ്റിയുടെ പണിയാണ്. ജില്ലാ കമ്മിറ്റി ആ വരവ് ചെലവ് കണക്ക് പരിശോധിച്ച് ഓഡിറ്റർമാരുടെ എങ്ങനെയാണ് അവര് കണക്ക് പരിശോധിച്ചിട്ടുള്ളതെന്നതിന്റെ വിശദാംശങ്ങൾ നോക്കി ജില്ലാ കമ്മിറ്റി ഉറപ്പുവരുത്തിയാണ്. പാർട്ടി ജില്ലാ പാർട്ടിയുടെയും ആകെ ബോധ്യമാണ് ധനരാജ് ഫണ്ടിൽ നിന്ന്, കെട്ടിട നിർമ്മാണ ഫണ്ടിൽ നിന്ന്
ഒരു രൂപ പാർട്ടിക്ക് നഷ്ടപ്പെട്ടില്ല എന്നുള്ളത്. അത് പാർട്ടിയുടെ ബോധ്യമാണ്. അത് മലയാള മനോരമയുടെയോ അല്ലെങ്കിൽ ഏഷ്യാനെറ്റിന്റെ മുമ്പാകെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം പാർട്ടിക്കില്ല. ഹാജരാക്കിയ 6 ബുക്കുകൾ നേരത്തെ സെക്രട്ടറി പറഞ്ഞല്ലോ, ആ 6 റസീത് ബുക്കുകളിൽ 2 വ്യാജമായിരുന്നു എന്നും ആ 2 ഒറിജിനൽ കാണാനില്ല എന്ന് പറയുകയും ചെയ്തു. അപ്പൊ പിന്നീട് ടി.ഐ. മധുസൂദനൻ തന്നെ തന്റെ പക്കൽ ഉണ്ടായിരുന്നു എന്ന തരത്തിൽ മറ്റൊരാളുടെ വശം ഈ റസീത് കൊടുത്തുവിട്ടു. അപ്പൊ സെക്രട്ടറി പറയുന്നു ധനാഭരണം ഉണ്ടായിട്ടില്ല എന്നുള്ളത്. ഈ ഒളിച്ചുവെപ്പാണല്ലോ ഇതിനകത്തെ വെട്ടിപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ 2 റസീറ്റ് ബുക്കുകളിലായിട്ട് ഈ കുഞ്ഞികൃഷ്ണൻ പറയുന്നത് 20 പേരിൽ നിന്ന് 23 ലക്ഷം രൂപ റസീറ്റ് ആക്കിയിരുന്നെന്നും അതിൽ 6 ലക്ഷം രൂപ പിരിഞ്ഞു കിട്ടാനെന്നും 17 ലക്ഷം രൂപയാണ് ലഭിച്ചതെന്നും പറയുന്നുണ്ട്. സി കൃഷ്ണനും അതുപോലെ തന്നെ ടി.ഐ. മധുസൂദനുമാണ് ഈ റസീറ്റ് ബുക്കുകൾ ഉപയോഗിച്ചതെന്നാണ് പറയുന്നത്. അപ്പൊ ഇത് വെട്ടിച്ച് കാണാതെ പോയി എന്ന് പറയുക, പിന്നീട് അത് കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നതല്ലേ തട്ടിപ്പ്. അതില് ഈ റെസീറ്റ് ബുക്ക് കാണാതെ പോയിട്ടുണ്ട് എന്നുള്ളത് ടി.ഐ. മധുസൂദൻ നേരത്തെ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയാണ്. പക്ഷെ കാണാതെ പോയി എന്ന് പറയുമ്പോഴും അതിൽ ചേർത്ത പണം ബന്ധപ്പെട്ട കമ്മിറ്റിയുടെ മുമ്പാകെ അദ്ദേഹം നൽകിയതാണ്. പണം നൽകി, പക്ഷെ റെസീറ്റ് ഇല്ല. റെസീറ്റ് പരിശോധിക്കുമ്പോഴല്ലേ നൽകിയ പണവും ചേർത്ത റെസീറ്റും ടാലി ആവുന്നുണ്ടോ എന്ന് നോക്കാൻ പറ്റും. അപ്പൊ പിന്നീട് അദ്ദേഹം തന്നെ വീട്ടിൽ നിന്ന് തപ്പി നോക്കിയപ്പോൾ അദ്ദേഹത്തിന് തന്നെ ആ റെസീറ്റ് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞു. അപ്പോൾ പണം നേരത്തെ നൽകിയിട്ടുണ്ട്, അല്ലാതെ റെസീറ്റും പണം എടുത്തിട്ട് വരികയല്ല അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഇതില് CPM-ന്റെ ഒരു രീതി ഞങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. ഇപ്പൊ ഫണ്ട് ശേഖരിക്കുന്ന സമയത്ത് ചിലപ്പോ റെസീറ്റ് ചേർത്ത് കൊടുക്കും, പണം കിട്ടിയിട്ടുണ്ടാവില്ല. ആ പണം ഓഫീസിൽ കൊടുത്തെന്ന് പറയും, ഓഫീസിൽ കൊടുക്കും. ഇപ്പൊ റെസീറ്റ് എന്റെ കയ്യിലുണ്ടാവും, പണം ഓഫീസിൽ കൊടുക്കും. പാർട്ടി ഓഫീസിൽ ചുമതല നിർവഹിക്കുന്ന സഖാക്കളെ 100% വിശ്വസിച്ചിട്ടാണ് ഞങ്ങൾ ഓരോരുത്തരും പ്രവർത്തിക്കുക. തെറ്റായ എന്തെങ്കിലും കാര്യം ചെയ്യുന്നവരാണ് പാർട്ടി ഓഫീസിൽ ചുമതല നിർവഹിക്കുന്നവർ എന്ന് ഞങ്ങളാരും കരുതിയില്ല. അങ്ങനെ ഉള്ളവരല്ല പാർട്ടി ഓഫീസിൽ ഇരിക്കുന്നത്. പക്ഷെ ഇവിടെ സംഭവിച്ചെന്താ? ഇവിടെ റെസീറ്റ് കാണാതായ പ്രശ്നമുണ്ട്. അത് ഗൗരവമുള്ളതാണ്. അതോടൊപ്പം തന്നെ ആദ്യം ഈ പറഞ്ഞ റെസീറ്റ് എന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ വ്യാജ റെസീറ്റ് എന്ന് പറഞ്ഞല്ലോ. ആദ്യ റെസീറ്റ് അക്ഷരം തെറ്റിയപ്പോ, അക്ഷര പിശക് സംഭവിച്ചപ്പോ മാറ്റി അച്ചടിച്ചു. 2 തരം റെസീറ്റ് അല്ല. ഇപ്പൊ മാറ്റി അച്ചടിച്ചതാണെങ്കിൽ മസൂദനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണല്ലോ ഈ പ്രചരണം. അങ്ങനെയാണെങ്കിൽ ആ മാറ്റി അച്ചടിച്ച വ്യാജമെന്ന് പറയുന്ന റെസീറ്റ് മസൂദനിലെ ഉപയോഗിക്കേണ്ടത്. രണ്ടാമത് അക്ഷരത്തെറ്റ് ഇടതുപക്ഷം എന്ന് എഴുതിയാണല്ലോ തെറ്റ്. അതെ, ഇതിൽ ഈ അക്ഷരത്തെറ്റ് വന്നതും വേറൊരു പ്രസ്സിലാണ് അച്ചടിച്ചത്. പക്ഷെ അച്ചടിച്ചതായി കാണിച്ചിരുന്നത് ആദ്യത്തെ ഒറിജിനൽ അച്ചടിച്ച പ്രസിന്റെ പേരാണ്. സെക്രട്ടറി ഒന്നും കണ്ടില്ലേ? അതൊക്കെ ഞാൻ കണ്ടു. അത് നിങ്ങൾ പറയുന്ന പോലെയല്ല, നിങ്ങൾ പറഞ്ഞ പോലെയല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അതിപ്പൊ ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് അത് അറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതിലെന്തോ ആവട്ടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓഫീസിലാണ് അതിന്റെ പെശക് സംഭവിച്ചിട്ടുള്ളത്. നടപടി എടുത്തല്ലോ. ഓഫീസ് സെക്രട്ടറി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തല്ലോ. ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തല്ലോ. അദ്ദേഹം പാർട്ടിക്ക് മുമ്പാകെ തനിക്ക് പറ്റിപ്പോയ അബദ്ധമാണ്, മാപ്പാക്കണം എന്ന് പറഞ്ഞിട്ട് കത്ത് കൊടുത്തല്ലോ. അദ്ദേഹം അന്വേഷണ കമ്മീഷന് മുമ്പാകെ മാപ്പാക്കണം എന്ന് അപേക്ഷിച്ചല്ലോ. അപ്പൊ അത് കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹത്തെ പാർട്ടി 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തു. ഇത് 2022 നടപടി എടുത്തതാണ്, പുതിയ കാര്യമല്ല. ഇപ്പൊ ഓഫീസിൽ സംഭവിച്ച ഒരു പിഴവ്. ഇവിടെ പ്രശ്നം എന്താ? നിങ്ങൾ ആരെയാ ലക്ഷ്യം വെക്കുന്നത്? ലക്ഷ്യം വെക്കുന്നത് ടി.ഐ. മസൂദ് തന്നെയാ. ടി.ഐ. മസൂദന്റെ കയ്യിലുണ്ടായിരുന്ന റെസീറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന കാറ്റഗറിയിൽ വരുന്ന റെസീറ്റ് അല്ല. മനസ്സിലായില്ലേ? കാണാതെ പോയി എന്ന് പറയുന്ന പ്രശ്നം വന്നിരുന്നു. ആ റെസീറ്റ് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ഈ പറയുന്ന കാറ്റഗറിയിലുള്ളതല്ല. പറയുന്ന കാറ്റഗറിയിലുള്ള റെസീറ്റ് വേറെ ആൾ ഉപയോഗിച്ച റെസീറ്റാണ്. അതെ, അതില് റെസീറ്റ് അച്ചടിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ള പ്രശ്നം പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇത് ചെയ്ത ഓഫീസ് സെക്രട്ടറി തന്നെ പാർട്ടിക്ക് മുമ്പിൽ കുറ്റം ഏറ്റു പറയുകയാണല്ലോ. ആ കുറ്റം ഇപ്പോ പരിഗണിച്ചുകൊണ്ട് പാർട്ടി അദ്ദേഹത്തെ 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചല്ലോ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായതിന് എന്തിനാണ് ഇതുമായി ബന്ധമില്ലാതെ, സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം ടി.ഐ. മസൂദൻ, പാർട്ടിയുടെ സംഘടനാ രീതി അനുസരിച്ച് സ്ഥാനാർത്ഥി പ്രധാനമായി വോട്ട് പിടിക്കുന്നതിലാണ് കേന്ദ്രീകരിക്കുക. പിന്നെ അദ്ദേഹത്തിന് മുമ്പിൽ ചിലർ കാശൊക്കെ കൊണ്ട് കൊടുക്കും, അല്ലാതെ മറ്റൊരു പണി അദ്ദേഹം ചെയ്യില്ല. റെസീറ്റ് അച്ചടിക്കുന്നതും അതിന്റെ ഫണ്ട് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നോക്കുന്നതും എല്ലാം വേറെ ആൾ. അതിന് മണ്ഡലം കമ്മിറ്റി ഉണ്ട്. ആ മണ്ഡലം കമ്മിറ്റിക്ക് ചുമതലക്കാരുണ്ട്, സെക്രട്ടറി ഉണ്ട്. അവരാണ് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. അപ്പൊ അതില് പിഴവ് സംഭവിച്ചിട്ടുണ്ട്. മണ്ഡലം കമ്മിറ്റി തന്നെ ജാഗ്രത കുറവ് കാണിച്ചു വന്ന് പാർട്ടി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സഹകരണ സ്ഥാപനം ഈ ഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ട് ടി.ഐ. മസൂദിനകത്ത് മനഃപൂർവ്വം ചേർക്കാൻ ശ്രമിച്ചതാണ്. ഇപ്പൊ ദുബായിൽ 2017 ഈ ഭൂമി ഇടപാട് നടക്കുന്നത്. 2016 ഇത് മുൻകൂട്ടി കണ്ട് ദുബായിൽ പോയി ചർച്ച നടത്തിയത്. ഈ ദുബായിൽ പോയത് 2016 ഡിസംബറിലാണ്. ഡിസംബർ എന്ന് പറയുമ്പോൾ വർഷാവസാനമാണ്. 2017 ഒക്ടോബറിലാണ്
ഭൂമി ഇടപാട് നടക്കുന്നത്. സ്വാഭാവികമായിട്ടും ഒരു ഭൂമി ഇടപാടിനൊക്കെ ഇത്ര വലിയ പണമൊക്കെ ആണെങ്കിൽ സമയം എടുക്കുമായിരിക്കും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഞാനേ പറയാം. അതെ, ഞാൻ പറഞ്ഞു 4 ലക്ഷം മാത്രം സെന്റിന് വിലയുള്ള പയ്യന്നൂരിലെ ഒരു ചതുപ്പ് പാർട്ടി നേതൃത്വത്തിലുള്ള ഒരു സഹകരണ സ്ഥാപനം 18 ലക്ഷത്തിന് മുകളിൽ സെന്റിന് വില കൊടുത്ത് കോടിക്കണക്കിന് രൂപയുടെ വില ഉണ്ടാക്കി വാങ്ങി എന്നുള്ളതാണ് ഇതിനകത്ത് തട്ടിപ്പ് എന്ന് പറയുന്നത്. സെക്രട്ടറി പറഞ്ഞതിനകത്ത് ഒരു 17 ലക്ഷം എന്നോ 18 ലക്ഷം ഒക്കെ വ്യത്യാസം എന്ന് പറയുന്നത് അങ്ങനെയല്ലല്ലോ. 4 ലക്ഷം മാത്രം സെന്റിനല്ലേ ആദ്യം ഭൂമിക്ക് വില ഉണ്ടായിരുന്നു. 5-6 വർഷം കൊണ്ട് 4 ലക്ഷം രൂപ സെന്റിനുള്ള സ്ഥലം 18-19 ഒക്കെ കേരളത്തിൽ മാറി ഏതെങ്കിലും സ്ഥലമുണ്ടോ? പയ്യന്നൂരല്ലാതെ. നിങ്ങൾ ആടിനെ പട്ടിയാക്കരുത്. ഒന്നാമത്തെ കാര്യം, ഇപ്പോ ബി കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്ക് മുമ്പിൽ ഉന്നയിച്ച ആക്ഷേപം എന്താണെന്നറിയും? ഈ ഭൂമി ഇടപാട് നടത്തിയതിന് പാരിതോഷികമായി ടി.എ. മസൂദനെ ഗൾഫ് കൊണ്ടുപോയി സൽക്കരിച്ചു. അങ്ങനെ സൽക്കരിച്ചതിന്റെ ഫോട്ടോ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പാർട്ടി കമ്മിറ്റിക്ക് മുമ്പിൽ ഇത് നൽകുന്നത്. ഈ ഫോട്ടോ പാർട്ടി പരിശോധിച്ചപ്പോ പാരിതോഷികം നൽകുന്നത് ഇടപാട് സംബന്ധിച്ച്. ഇടപാട് നടത്തണമെങ്കിൽ ബാങ്ക് തീരുമാനിക്കണ്ടേ? ഏതെങ്കിലും ഒരു കമ്മിറ്റിയിൽ ഈ വിഷയം ഉന്നയിക്കണ്ടേ? പരിശോധന നടത്തിയപ്പോൾ എവിടെയും ഭൂമി എടുക്കൽ സംബന്ധിച്ചുള്ള ആലോചന നടക്കുന്നതിന് മുമ്പ് അദ്ദേഹം വിദേശത്ത് അവിടെ പയ്യന്നൂർ ബോളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ധനസമാഹരണത്തിന് പോയ ഘട്ടത്തിലുള്ള ഇതൊക്കെ പാസ്പോർട്ടിൽ രേഖപ്പെടുത്തും പോയതിന്റെ ഡീറ്റെയിൽ ഇത് പരിശോധിച്ചപ്പോ മനസ്സിലായത്. ഇത് മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ വി കുഞ്ഞികൃഷ്ണന് പാർട്ടി ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഇതൊന്നും പുറത്തു പറയാൻ ഉദ്ദേശിച്ചതല്ല. അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ട് പാരിതോഷികം ഇങ്ങനെ വാങ്ങി എന്ന് പറഞ്ഞിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത് പാർട്ടിക്ക് മുമ്പിൽ. അദ്ദേഹത്തിന്റെ വാദം സമ്പൂർണ്ണമായി പൊളിഞ്ഞു. ഇപ്പൊ എന്നൊരു പുതിയ വാദമായിട്ട് പറയാണ്. വി കുഞ്ഞികൃഷ്ണൻ തന്നെ പാർട്ടി കമ്മിറ്റിക്ക് മുമ്പിൽ ഉന്നയിച്ചത് എന്താ? 17.5 ലക്ഷം. വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച കാര്യം പറയുന്നു. ഇപ്പൊ നിങ്ങളോടൊന്നും പറഞ്ഞോ എനിക്കറിയില്ല. പാർട്ടി കമ്മിറ്റിക്ക് മുമ്പിൽ അദ്ദേഹം ഉന്നയിച്ചത് 17.5 ലക്ഷം വിലയുള്ള ഭൂമി 18.25 ലക്ഷം രൂപക്ക് വാങ്ങി. 17 ലക്ഷം എന്ന് പറഞ്ഞാൽ 2011 അദ്ദേഹം തന്നെ പറയുന്നത് 2011 15 ലക്ഷം രൂപ ആധാരത്തിൽ കാണിച്ച് രജിസ്റ്റർ ചെയ്ത ഭൂമി. ഇത് വി കുഞ്ഞികൃഷ്ണൻ പാർട്ടി കമ്മിറ്റിക്ക് മുമ്പിൽ പറഞ്ഞാണ്, ഞാൻ പറയുന്നതല്ല. അങ്ങനെ രജിസ്റ്റർ ചെയ്ത ഭൂമി 2017 എടുക്കുന്ന സമയത്ത് 18.5 ലക്ഷം രൂപക്ക് വാങ്ങി എന്നുള്ളതാണ് ആക്ഷേപം. 18.25 ലക്ഷം. അതാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. 2017 ആധാരത്തിൽ 15 ലക്ഷം എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ പരിശോധിച്ചപ്പോ യഥാർത്ഥ വില, അന്ന് ആ ഭൂമിക്കുള്ള യഥാർത്ഥ വില 17 ലക്ഷം രൂപയായിരുന്നു എന്ന് വി കുഞ്ഞികൃഷ്ണൻ തന്നെ പാർട്ടി കമ്മീഷൻ മുമ്പ് പറയുന്നുണ്ട്. ഇല്ലെങ്കിൽ അതേ ഇല്ലാന്ന് പറയട്ടെ. 17 ലക്ഷം ഒന്നും പയ്യന്നൂരില് വിലയില്ലാന്ന് എനിക്കും അറിയാം, സെക്രട്ടറി അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. എവിടെയാണ് പയ്യന്നൂരില് 17 ലക്ഷം രൂപ വില? അല്ല, അതെനിക്കറിയില്ല. ഞാൻ ഭൂമി ഇടപാട് നടത്തുന്ന ആളല്ല. അല്ല, നിങ്ങളെ പോലെ ഞാൻ അങ്ങനെ ഭൂമിയുടെ ഇടപാട് നടത്തുന്ന ആളല്ല, തെറ്റിദ്ധരിക്കണ്ട. അതായത് ഭാവി വികസന സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ സ്ഥലം എടുത്തത്. എന്തോ ആവട്ടെ, നാളെ എവിടെ എന്തെങ്കിലും പ്രധാനപ്പെട്ട വികസനം വന്നാലോ, എന്തോ ആവട്ടെ, ഇതില് നിങ്ങൾ അതിന്റെ പരിസരത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആധാരം എടുത്ത് നോക്കുക. ആ ആധാരം അനുസരിച്ച് ഉള്ള വില വി കുഞ്ഞികൃഷ്ണൻ പാർട്ടി കമ്മിറ്റിക്ക് മുമ്പ് പറയാണ് 15 ലക്ഷം രൂപക്ക് രജിസ്റ്റർ ചെയ്തു. അദ്ദേഹത്തിന്റെ ആക്ഷേപം അതാണെന്ന്. 15 ലക്ഷം രൂപക്ക് രജിസ്റ്റർ ചെയ്ത ഭൂമി 18.5 ലക്ഷം രൂപക്ക് വാങ്ങി. രജിസ്റ്റർ ചെയ്യുമ്പോൾ 2011 വാങ്ങുന്നത് 2018 അല്ലെ 2017 വാങ്ങുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് അത്രയും വില കൂടും. അദ്ദേഹം തന്നെ പറഞ്ഞാൽ. പിന്നെ മറ്റേ 4 ലക്ഷം എന്നെല്ലാം പറയുന്നത് നിങ്ങൾ പറയുന്നത് എനിക്കറിയില്ല. അത് വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞില്ല, അദ്ദേഹം പാർട്ടി കമ്മിറ്റിക്ക് മുമ്പിൽ പറഞ്ഞില്ല. അത് നിങ്ങളുടെ കണ്ടെത്തല. ഏത് രേഖ? അതില് പാർട്ടി കമ്മിറ്റി വിശദമായ പരിശോധന നടത്തിയാണ്. അതില് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ആരെയാണ് ലക്ഷ്യം വെക്കുന്നത്? ഇത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ലക്ഷ്യം വെക്കുന്ന ആരെയാ? നിങ്ങൾ അവിടെ ലക്ഷ്യം വെക്കുന്ന ആരെയാ? ഈ പാർട്ടി ഓഫീസ് നിർമ്മാണ ഫണ്ട്, ഈ പറയുന്ന ഭൂമി ഇടപാട്, ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഈ വരവ് ചെലവ് കണക്കുകളെ സംബന്ധിച്ച് പാർട്ടി വ്യക്തമായി മുമ്പിൽ വെക്കാൻ ഒരു കണക്കുണ്ട്. അല്ല, ഞാനിപ്പം പറഞ്ഞ നിങ്ങൾക്ക് ബോധ്യാവുന്നില്ല. നിങ്ങളോട് ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് ബോധ്യാവില്ല, അതെനിക്കറിയാം. അല്ല, ഏഷ്യാനെറ്റിന് ഞാൻ എത്ര തവണ പറഞ്ഞാലും ബോധ്യാവില്ല എന്ന് എനിക്കറിയാം. നിങ്ങൾ അജണ്ടയും കൊണ്ട് വന്നതാണ്. ആ അജണ്ടയിൽ അവിടെ വെച്ചാൽ മതി, അതൊക്കെ അവിടെ വെച്ചാൽ മതി. അതൊന്നും ഇവിടെ പോകാൻ വേണ്ടി പോകുന്നില്ല. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് ഒരു രീതിയുണ്ട്. ഈ ബാങ്കിന് സ്ഥലം എടുത്ത പാർട്ടിയല്ല, സഹകരണ സ്ഥാപനത്തിന് സ്ഥലം എടുത്ത പാർട്ടിയല്ല. സഹകരണ സ്ഥാപനത്തിന് സ്ഥലമെടുത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ മധുവിനെയാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ആ സഹകരണ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് മധുവല്ല, വൈസ് പ്രസിഡന്റ് ടി.എ. മസൂദനല്ല, പാർട്ടിയുടെ സബ് കമ്മിറ്റിയുടെ കൺവീനർ ടി.എ. മസൂദനല്ല. സഹകരണ സ്ഥാപനം സ്ഥലം എടുക്കുന്നതിന് ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതി വാങ്ങണം. നിങ്ങൾ ഈ പറയുന്ന നിസ്സാര വിലയുടെ ഭൂമിയാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് അനുമതി കൊടുക്കില്ല, അവര് പരിശോധന നടത്തും. അതായത് ഡിപ്പാർട്ട്മെന്റിന്റെ അനുമതി ഉൾപ്പെടെയുള്ള സകല നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ടാണ് ആ ഭൂമി എടുത്തത്. ആ ഭൂമി എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ചുമതല നിർവഹിക്കുന്ന ആളല്ല ടി.എ. മസൂദനൻ. പക്ഷെ നിങ്ങളുടെ ലക്ഷ്യം എന്താ?
അപ്പൊ തെറ്റായ ഒരു ആക്ഷേപം ഉന്നയിക്കുക, എന്നിട്ട് അതിന്റെ പേരിൽ പയ്യന്നൂർ MLA പിടിക്കാൻ വേണ്ടി കഴിയുക എന്ന് നോക്കിയാൽ അതൊന്നും സമ്മതിച്ചു തരാൻ പറ്റൂല എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ വരവ് ചെലവ് കണക്ക് എനിക്ക് ഏഷ്യാനെറ്റിനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ഇന്ന് ഉച്ചയ്ക്ക് നിങ്ങൾ ഏഷ്യാനെറ്റ് അല്ലാതെ നിങ്ങൾ വരേറാ, നിങ്ങൾ ഏഷ്യാനെറ്റിലാണ്ട് പിന്നെ നിങ്ങൾ വരേറാ. വാർത്താ സമ്മേളനം നടത്തുന്നത് താങ്കളുടെ പാർട്ടിയുടെ താങ്കളുടെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന വി കുഞ്ഞികൃഷ്ണൻ അദ്ദേഹം തെരഞ്ഞെടുത്തത് ഏഷ്യാനെറ്റ് ആയിരിക്കും. അദ്ദേഹത്തിന് കേരളത്തിൽ ഈ കാര്യങ്ങൾ പറയണമെന്ന് അദ്ദേഹം തെരഞ്ഞെടുത്ത മാധ്യമം ഏഷ്യാനെറ്റ് ന്യൂസ് ആയിരിക്കാം. അങ്ങനെ അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസ് കൊണ്ടുവന്ന ഒരു വ്യാജ വാർത്ത പോലെയാണ് താങ്കൾ. ഞാൻ ഒരിക്കലും പറഞ്ഞില്ലല്ലോ അദ്ദേഹം നിങ്ങൾ തെരഞ്ഞെടുത്തതിന്റെ പിന്നുള്ള ലക്ഷ്യം ഞാൻ പറഞ്ഞുള്ളൂ. അതെയോ, അദ്ദേഹം ഉത്തമ കമ്മ്യൂണിസ്റ്റ് ആണ് നിങ്ങൾ അവതരിപ്പിച്ചല്ലോ. അങ്ങനെ ഉത്തമ കമ്മ്യൂണിസ്റ്റുകാരനായ ഒരാൾക്ക് രാജീവ് ചന്ദ്രശേഖരന്റെ ചാനലിനെ തന്നെ തിരഞ്ഞെടുക്കാനും അതിൽ മാർക്സിസ്റ്റ് വിരുദ്ധ വിഷം മാത്രം എല്ലാ ഘട്ടത്തിലും പുറത്തേക്ക് വിടുന്ന ഒരു അവതാരകനെ തിരഞ്ഞെടുക്കാനും കഴിയില്ല. അത്രയേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതെ താങ്കളുടെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയായി ജില്ലാ കമ്മിറ്റി അംഗമായി നിന്ന ഒരാളെയാണ് താങ്കൾ അതെ അദ്ദേഹം പാർട്ടിയുടെ ഭാഗമായിട്ട് നിന്ന് ഇപ്പോഴും പാർട്ടിയെ വഞ്ചിച്ചു പുറത്തേക്ക് പോയ ഒരാളാണല്ലോ. പാർട്ടിയെ വഞ്ചിച്ച ഒരാളാണല്ലോ. വഞ്ചിച്ച ഒരാള് പഴയതല്ലേ. പഴയ ഒരാളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഇപ്പോഴുള്ള ആളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അന്നത്തെ ഏരിയ സെക്രട്ടറിയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അല്ലല്ലോ, പാർട്ടിക്കെതിരായിട്ട് അദ്ദേഹം ഉന്നയിച്ച ആരോപണം, പാർട്ടിയുടെ ബന്ധപ്പെട്ട കമ്മിറ്റി വിശദമായ പരിശോധന, അദ്ദേഹം ഉന്നയിച്ച ആരോപണത്തിന് അത്രയും ഡ്യൂ റെസ്പെക്ട് കൊടുത്തോണ്ടല്ലേ. ഈ 3 പ്രധാനപ്പെട്ട അദ്ദേഹം ഉന്നയിച്ച 3 സാമ്പത്തിക ആരോപണങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ഒരു വ്യക്തത താങ്കൾക്കുണ്ടോ? അതായത് താങ്കൾ പറയുന്നത് ഏഷ്യാനെറ്റിനോട് പറയേണ്ട കാര്യമില്ല, മാധ്യമങ്ങളോട് പറയേണ്ട കാര്യം, ഏഷ്യാനെറ്റിനൊഴികെ മറ്റെല്ലാവർക്കും വ്യക്തതയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ബിൽഡിംഗ് ഇപ്പൊ ചില ധനരാജ് ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ ആവശ്യത്തിന് വേണ്ടിയാണ് വിനിയോഗിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. പാർട്ടി അക്കൗണ്ടിലാണ് കേസ് നടത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുക കിടക്കുന്നത്. അപ്പൊ ആ തുക ഇപ്പൊ ചില സന്ദർഭങ്ങളിൽ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചിട്ടുണ്ടാവും. അങ്ങനെ വിനിയോഗിക്കുന്ന തുക അങ്ങനെ വിനിയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് പാർട്ടിയുടെ പൊതു നിലപാട്. പക്ഷെ അങ്ങനെ വരുന്ന തുക, ആ ഫണ്ട് ഏതെങ്കിലും വിധത്തിൽ വ്യക്തിപരമായിട്ട് ആരെങ്കിലും ധനാപഹരണം നടത്തിയിട്ടുണ്ടോ? അതാണ് പാർട്ടി പരിശോധിച്ചത്. അങ്ങനെ ഇല്ല. പക്ഷേ പാർട്ടി തന്നെ കണ്ടു ഇത്തരത്തിൽ ഒരു പ്രത്യേക ആവശ്യത്തിനുള്ള തുക ആ ആവശ്യത്തിന് വേണ്ടി വിനിയോഗിക്കാൻ ആ തുക ആ ആവശ്യത്തിന് വേണ്ടി തന്നെയാണ്. പക്ഷെ താൽക്കാലികമായി ചില അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടത്തിയിട്ടുണ്ടാവും. ആ നടത്തിയത് തെറ്റാണെന്ന് കണ്ടിട്ട് അത് തെറ്റാണെന്ന് അവിടെ പറയുകയും ആവശ്യമായ തിരുത്തലുകൾ വരുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചില നടപടികളൊക്കെ എടുത്തിട്ടുണ്ട്. ആ നടപടികൾ വെറുതെ എടുത്തല്ല, നടപടികൾ എടുത്തിട്ടുണ്ട്. പക്ഷേ പാർട്ടിയുടെ 1 രൂപ, അത് ധനരാജ് രക്തസാക്ഷി ഫണ്ടിൽ നിന്നായാലും ശരി, ബിൽഡിംഗ് ഫണ്ടിൽ നിന്നായാലും ശരി, 1 രൂപ പോലും പാർട്ടിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ഒരാളും തെറ്റായ രീതിയിൽ ധനാപഹരണം നടത്തിയിട്ടില്ല. അത് ഞാൻ പിന്നീട് പറയാം. അദ്ദേഹത്തിന്റെ പുസ്തകം വരട്ടെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അദ്ദേഹത്തിന്റെ പുസ്തകം വരട്ടെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ല, എന്തായാലും ഇപ്പൊ ടൈമിംഗ് തെരഞ്ഞെടുക്കപ്പെട്ടത്, അല്ലെങ്കിൽ ഇതൊക്കെ നേരത്തെ അദ്ദേഹത്തിന് പറയാലോ. അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തു പോയിട്ട് ഒന്നും ചെയ്യാതെ കുറെ കാലം എഴുതിയിട്ടില്ലേ? അല്ല, അങ്ങനെയാണ് പാർട്ടി പ്രവർത്തനത്തിൽ വരാതിരിക്കാലോ. പാർട്ടി പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ. എന്താ ഇപ്പോൾ ഒരു പ്രകോപനം? അല്ല, അതില് പാർട്ടിക്ക് ഒരു രീതി ഉണ്ടല്ലോ. അല്ല, ഇത് മിനിറ്റ്സിലെ കാര്യമല്ല, ഇത് പാർട്ടി താഴോട്ടേക്ക് റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്. ഇല്ല, അതായത് ഇത് ഞാനീ പറഞ്ഞ കാര്യങ്ങള് ഈ കഴിഞ്ഞ 2024 അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഉന്നയിച്ച ഒരു വിഷയത്തെ സംബന്ധിച്ച് പാർട്ടി താഴോട്ടേക്ക് റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്. ഇത് പുതിയ കാര്യമല്ല. മെമ്പർമാരെല്ലാം റിപ്പോർട്ട് ചെയ്ത പുതിയ കാര്യമല്ല. ഇതില് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതായത് വരവ് ചെലവ് കണക്ക് എന്തുകൊണ്ടാണ് ഞാനിവിടെ പറയാത്തതെന്ന് ചോദിച്ചാൽ, ഒരു തെറ്റായ പ്രസിഡന്റ് ഉണ്ടാക്കാൻ പറ്റില്ല. പാർട്ടിയുടെ ഒരു സംഘടനാ രീതി ഉണ്ടല്ലോ. ആ സംഘടനാ രീതി അനുസരിച്ച് ഏത് ഘടകമാണോ ഫണ്ട് ശേഖരിക്കുന്നത് ആ ഘടകമാണ് വരവ് ചെലവ് കണക്ക് അംഗീകരിക്കുന്നത്. ഏതെങ്കിലും ഒരു പാർട്ടി, ഇപ്പൊ CPIM തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശേഖരിക്കുന്ന കണക്കൊക്കെ കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുക്കുന്നുണ്ട്. ഈ ബാക്കിയുള്ള ഫണ്ടുകൾ ഏതെങ്കിലും ഒരു പാർട്ടി വരവ് ജനങ്ങൾക്ക് നല്ല ഏതായാലും ഫണ്ട് ശേഖരിക്കുന്നു. വയനാട് ഫണ്ട് പൊതു ആവശ്യത്തിന് വേണ്ടിയല്ലേ? അതാണ് ഞാൻ ചോദിച്ചത്. അതാണ് പറഞ്ഞത്. നിങ്ങൾ പൊതു ആവശ്യത്തിന് വേണ്ടി ശേഖരിച്ച ഫണ്ടുകൾ ഞങ്ങൾ പത്രത്തിൽ കൊടുക്കാറുണ്ട്, പ്രസിദ്ധീകരിക്കാറുണ്ട്. എന്നാൽ പാർട്ടി ആവശ്യത്തിന് വേണ്ടി ശേഖരിക്കുന്ന ഫണ്ട് അത് പാർട്ടിയുടെ ബന്ധപ്പെട്ട ഘടകമാണ്. അതിന്റെ വരവ് ചെലവ് കണക്ക് അംഗീകരിക്കുക. ആ ഫണ്ട് മറ്റ് അക്കൗണ്ടുകളിലേക്ക് മാറുന്നു. ഈ ഉദാഹരണത്തിന് ചോദിക്കട്ടെ, ഇപ്പൊ കേസ് നടത്താൻ എന്ന് പറയുന്നത് ഇത് പബ്ലിക് പ്രോസിക്യൂട്ടർ സർക്കാരിൽ പണം കൊടുക്കുന്നത് എന്തിനാണ്? പാർട്ടി ചെലവ് അല്ലല്ലോ. സ്പെഷ്യൽ PP വെക്കണമെന്ന്
ആ കുടുംബത്തിനും പാർട്ടിക്കും അഭിപ്രായമുണ്ട്. എന്താ വെക്കുന്നതിൽ എന്താ തെറ്റ്? നിയമപരമായിട്ട് അതിന് അവകാശമുണ്ട്. ആ കേസിന്റെ എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായിട്ട് ഞങ്ങൾ നോക്കുന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉണ്ടല്ലോ, ഓഡിറ്റിൽ കൃത്യമായിട്ടുണ്ടല്ലോ. അദ്ദേഹം എന്നാ പിന്നെ ഇല്ല എന്നുള്ള തെളിവ് വരട്ടെ, കൃത്യമായിട്ടുള്ള ഉണ്ടല്ലോ. അതാണ് ഞാൻ പറയുന്നത്. ഈ താൻ പറയുന്ന കാര്യങ്ങളാണ് ശരിയെന്ന് ചിന്തിച്ചിട്ട് എന്നിട്ട് അതിന്റെ മേലെ ഇങ്ങനെ ചൊറഞ്ഞുകൊണ്ട് നിന്നിട്ട് കാര്യമില്ല. പാർട്ടിക്ക് പാർട്ടിയുടെ രീതിയുണ്ട്. പാർട്ടി അതിനുവേണ്ടി ഞാൻ പറഞ്ഞു 3 ഇന്റേണൽ ഓഡിറ്റർമാർ ഞങ്ങൾ വെച്ചതല്ല, അവിടെ ഏരിയ കമ്മിറ്റിയാണ് വെച്ചത്. ആ ഏരിയ കമ്മിറ്റിയിലെ 3 ഏരിയ കമ്മിറ്റി മെമ്പർമാരാണ്. അവർ ഇന്റേണൽ ഓഡിറ്റർമാർ ഇത് പരിശോധിച്ച് അവരുടെ റിപ്പോർട്ടിൽ പറയുന്നു ഈ തുക ഉണ്ട്. പിന്നെ ഞാനെന്തിനാ വിശ്വസിക്കണം? ഇവിടെ ജില്ലാ കമ്മിറ്റി അത് പരിശോധിക്കുന്നു. ജില്ലാ കമ്മിറ്റി ഉണ്ടാക്കിയ അന്വേഷണ കമ്മീഷൻ അതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കുന്നു. ഓഡിറ്റർമാരെ വിളിച്ച് ചർച്ച ചെയ്യുന്നു, വ്യക്തത വരുത്തുന്നു, ആ തുകയുണ്ടെന്ന് കാണുന്നു. പിന്നെ എന്തിനാ വിശ്വസിക്കേണ്ടത്? ഈ അഭിമുഖം കൊടുത്തതുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണം നേതാവിന്റെ ചാനൽ ഇതിലേക്ക് പാർട്ടിക്കെതിരെ നിരന്തരമായി വാർത്തകൾ കൊടുക്കുന്ന വിഷം എന്തോ അങ്ങനത്തെ ഒരു വാക്ക് ഉപയോഗിച്ചു. ഞാൻ ചോദിക്കുന്നത്, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള PN വാസവൻ, PA മുഹമ്മദ് റിയാസ് തുടങ്ങിയ ആളുകളൊക്കെ ഈ ഞങ്ങളുടെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർക്ക് അഭിമുഖം നൽകിയിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ ഈ ഗണത്തിൽപ്പെട്ടതാണ്. അല്ല, നിങ്ങൾ ഈ പറയുന്ന ആളുടെ ചർച്ചയിലൊന്നും ഞങ്ങൾ പങ്കെടുക്കാറില്ല. ഞങ്ങൾ ശ്രദ്ധിച്ചോ? ഏത് ഏഷ്യാനെറ്റിനെ ഞങ്ങൾ ബഹിഷ്കരിച്ചു. ഞാൻ ഏഷ്യാനെറ്റ് ചാനലിനെ കുറിച്ചല്ല പറയും. ചാനലിന്റെ ഉടമസ്ഥൻ ആള് മാറിയിട്ടുണ്ടോ? രാജീവ് ചന്ദ്രശേഖർ അല്ലേ? അല്ല, അദ്ദേഹം അല്ലേ? ആണല്ലോ. രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് അല്ലേ? അല്ല, ഞാൻ ഉദ്ദേശിച്ച ആള് തന്നെയല്ലേ അദ്ദേഹം? ആയിക്കോട്ടെ, ഈ അഭിമുഖം നടത്തിയ ആളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ചാനൽ ചർച്ചകളിൽ പാർട്ടി പങ്കെടുക്കാറില്ല. അദ്ദേഹം ഏത് ചാനൽ ചർച്ചയും കൃത്യമായിട്ട് അജണ്ട, ഞാൻ താങ്കളെ കുറിച്ചല്ല പറഞ്ഞത്. ഏഷ്യാനെറ്റിനെ അടച്ചാക്ഷേപം, ഏഷ്യാനെറ്റിന്റെ ഉടമസ്ഥൻ ഇന്നയാളാണ് ഞാൻ പറഞ്ഞത്. അതേസമയത്ത് ഈ ചാനൽ ചർച്ച നടത്തുന്ന ആള്, അദ്ദേഹത്തിന്റെ ചാനൽ ചർച്ചയിൽ പാർട്ടി പങ്കെടുക്കാറില്ല. അത് നിങ്ങൾ 4 പേരെ ഇരുത്തും. അദ്ദേഹത്തിന്റെ ചർച്ചയിലോ? അദ്ദേഹത്തിന്റെ ചാനൽ ചർച്ചയിൽ ഞങ്ങൾ ആരും പങ്കെടുക്കാറില്ല. അതെനിക്കറിയില്ല. അത് ഇങ്ങോട്ട് ആരാ പറഞ്ഞു? ആരെ ഇങ്ങോട്ട് പറഞ്ഞു? അല്ല, അതിനകത്ത് അതിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, അതായത് ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ ജനാധിപത്യ കേന്ദ്രീകരണ തത്വം അനുസരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. പാർട്ടിക്കകത്ത് നിങ്ങൾക്ക് എല്ലാ ജനാധിപത്യവും. ഞാൻ ചോദിക്കട്ടെ, വി കുഞ്ഞികൃഷ്ണൻ ഇങ്ങനെ ഒരു ആരോപണം പാർട്ടിക്കകത്ത് ഉന്നയിച്ചപ്പോ, വി കുഞ്ഞികൃഷ്ണനെ ഉന്നയിക്കുന്നത്, അതുകൊണ്ട് അന്ന് കണക്കിലെടുക്കണ്ട, ഞങ്ങൾ തള്ളിക്കളഞ്ഞോ? ഇതില് ഈ വിഷയം ഉന്നയിക്കപ്പെട്ടപ്പോ മണ്ഡലം കമ്മിറ്റിയിൽ തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം ഉന്നയിക്കപ്പെട്ടപ്പോ വി കുഞ്ഞികൃഷ്ണനെയാണ് മണ്ഡലം കമ്മിറ്റി ഓഡിറ്ററായിട്ട് തീരുമാനിച്ചത്. അതറിയാം, വി കുഞ്ഞികൃഷ്ണനെ. ആ ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയപ്പോ അത് സംബന്ധിച്ച് ഒരുപാട് സംശയങ്ങൾ ഉന്നയിക്കപ്പെട്ടു. ആ സംശയങ്ങൾ ഉന്നയിക്കപ്പെട്ടപ്പോഴാണ് ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ തെറ്റായ കുറെ കാര്യങ്ങൾ വന്നിട്ടുണ്ട് എന്ന കാര്യം വന്നതോടുകൂടിയാണ് അത് ഒന്നുകൂടി പരിശോധിച്ചത്. അങ്ങനെയാണ് വിശദമായിട്ടുള്ള ഓഡിറ്റിങ്ങിന് വിധേയപ്പെടുത്തിയപ്പോൾ അതില് അദ്ദേഹത്തിന്റെ ഓഡിറ്റിൽ കണ്ട കാര്യങ്ങളെല്ലാം പിന്നീട് കണ്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പാർട്ടിക്ക് മുമ്പിൽ ഒരു വിഷയം വന്നപ്പോൾ അവിടെ ഏരിയ കമ്മിറ്റിയിൽ ഒരു വിഷയം വരുന്നു. ഏരിയ കമ്മിറ്റി ഉടനെ തന്നെ 3 പേരെ വെച്ചല്ലോ ഓഡിറ്റർമാരായിട്ട്. എന്നിട്ടായി അവിടെ തീർന്നില്ല. അതിനുശേഷം DC-യുടെ മുമ്പിൽ ഈ വിഷയം വരുന്നു. ജില്ലാ കമ്മിറ്റി ചെയ്തെന്താ? ഒരു അന്വേഷണ കമ്മീഷനെ വെക്കുന്നു. എന്നിട്ട് വിശദമായിട്ടുള്ള പരിശോധന നടത്തുന്നു. ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും കേൾക്കുന്നു. വി കുഞ്ഞികൃഷ്ണൻ മുതൽ വ്യത്യസ്ത അഭിപ്രായമുള്ള മുഴുവൻ ആളുകളെയും കേൾക്കുന്നു. അവർക്കെല്ലാം നൽകാൻ വേണ്ടി കഴിയുന്ന തെളിവ് ശേഖരിക്കുന്നു. ഈ 3 ഓഡിറ്റർമാരെ മുഴുവൻ കേൾക്കുന്നു. എന്നിട്ട് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കി DC-ക്ക് നൽകുന്നു. അതിനുശേഷം DC ചെയ്തെന്താ? ചർച്ച ചെയ്തിട്ട് വ്യക്തത വരുത്തേണ്ട കാര്യം അന്വേഷണ കമ്മീഷന്റെ ഓഡിറ്റർമാരെ ഉൾപ്പെടെ വിളിച്ചു വരുത്തി ഓരോ കാര്യങ്ങളും വ്യക്തത വരുത്തുന്നു. അങ്ങനെ വ്യക്തത വരുത്തി ഉറപ്പുവരുത്തിയ ഒരു കണക്കാണ് ഞാൻ പറയുന്നത്. അതിനെക്കുറിച്ച് ആരാ ഇങ്ങോട്ട് പറഞ്ഞത്? പാർട്ടി നടപടി വന്നല്ല. എന്ത് കണക്ക് അവിടെ അവതരിപ്പിക്കലോ? നിങ്ങള് ഇതെല്ലാം നിങ്ങളെന്തോ പാർട്ടി കമ്മിറ്റി ഇരിക്കുന്ന പോലെയാണ് നിങ്ങൾ ചോദിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല നടപടി. കുഞ്ഞികൃഷ്ണൻ പറയുന്ന ഒരു ആരോപണം, ധനരാജ് ഫണ്ടിനകത്ത് അവതരിപ്പിച്ച കണക്കില് 8 ലക്ഷം രൂപ വക്കീലിന് കൊടുത്തതായിട്ട് പറയുന്നത്. അത് പെരുമ്പ കേസുമായി ബന്ധപ്പെട്ടാണ്. അതിനുവേണ്ടി ഫണ്ട് വേറെ പ്രത്യേക അക്കൗണ്ട്സ് ഉണ്ട്. ധനരാജ് ഫണ്ടിൽ നിന്ന് ചെലവഴിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നത്. അത് എനിക്കറിയില്ല, അദ്ദേഹത്തിന്റെ നോട്ടിലുള്ളതാണ്. ഏതാ? അത് എനിക്കറിയില്ല. വേണം ഞാൻ നോക്കാം, പരിശോധിച്ചു. എനിക്കറിയില്ല. ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് തുടരാൻ അവസരമല്ലായത് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സ്ഥാനത്ത് മാറ്റി പറഞ്ഞു. അതേ ആളെയാണ് പിന്നീട് ജില്ലാ കമ്മിറ്റി ക്ഷണിതാവാക്കുന്നതും ജില്ലാ കമ്മിറ്റി അംഗമാക്കും. അതായത് പാർട്ടി എല്ലാ ഘട്ടത്തിലും നടപടി സ്വീകരിക്കുന്ന ഒരാൾ കൊല്ലാൻ വേണ്ടിയല്ല. പാർട്ടിയുടെ നടപടി എന്ന് പറയുന്നത് എന്താ? തെറ്റ് തിരുത്താനാണ്.
ഇപ്പൊ എനിക്ക് രോഗം വന്നു കഴിഞ്ഞാൽ എനിക്ക് തലവേദന വന്നു കഴിഞ്ഞാൽ തല വെട്ടി മാറ്റുകയല്ല, എനിക്കൊരു മരുന്ന് തരും. ആ മരുന്ന് കുറച്ച് കയ്പുള്ള മരുന്നായിരിക്കും. ആ രോഗം മാറിക്കഴിഞ്ഞാല് മാറ്റണമല്ലോ, മാറ്റുകയാണല്ലോ ലക്ഷ്യം. നടപടി എന്ന് പറയുമ്പോൾ ടി ഐ മസൂദൻ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്നു. നിങ്ങൾ ഈ പറഞ്ഞ കുറെ വിഷയങ്ങൾ വന്നല്ലോ, അതിൽ അവിടെയുള്ള ഒരു പ്രധാന നേതാവ് എന്നുള്ള നിലയിൽ കുറച്ച് സഖാക്കൾ ഇന്ന ആളുകൾ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി പറഞ്ഞല്ലോ. ടി എം മസൂദനെ ജില്ലാ സെക്രട്ടേറിയറ്റ് ഒഴിവാക്കിയില്ലേ? ഇതേ വിഷയത്തിൽ ഒഴിവാക്കിയല്ലോ, നടപടി സ്വീകരിച്ചല്ലോ. അവിടെ എ സി മെമ്പറായിട്ടുള്ള ടി വിശ്വൻ, അദ്ദേഹത്തെ എ സി ഒഴിവാക്കിയില്ലേ? നടപടി സ്വീകരിച്ചല്ലോ. ഓഫീസ് സെക്രട്ടറി 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തല്ലോ. അപ്പൊ ഇതെല്ലാം നടപടി സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അതോടുകൂടി ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. അവർ പാർട്ടിന്റെ ഏഴായിരത്ത് വരാൻ വേണ്ടി പാടില്ല എന്നുള്ളതല്ല പാർട്ടിയുടെ നിലപാട്. അപ്പൊ ചില നടപടികൾ ചില ഘട്ടത്തിൽ സ്വീകരിച്ചിട്ടുണ്ടാവും. പക്ഷെ എല്ലാവരെയും പാർട്ടിയുടെ കൂടെ ചേർത്ത് തെറ്റ് തിരുത്തി പാർട്ടിയുടെ കൂടെ ചേർത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് പാർട്ടി ശ്രമിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ പിന്നീട് പാർട്ടിയോടൊപ്പം ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തെ ഉൾക്കൊള്ളാനുള്ള എല്ലാ പരിശ്രമവും പാർട്ടി നടത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഉണ്ണികൃഷ്ണനല്ലാതെ മറ്റാർക്കെങ്കിലും ഇത്തരം ഇതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഉണ്ട്? ഉണ്ണികൃഷ്ണന് പിന്നിൽ ആരെങ്കിലും ഉണ്ട്? അതെനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയെങ്കിലേ പറഞ്ഞു. എനിക്കറിയില്ല. ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതിന് പിന്നിൽ മറ്റ് മുൻ MLA ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു? എനിക്കറിയില്ല. ഞാൻ നിങ്ങൾ വെറുതെ എന്തെങ്കിലും പറയില്ല. ശ്രീകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നിങ്ങൾ വെറുതെ അദ്ദേഹത്തെ അവമാനിക്കരുത് കേട്ടോ. വെറുതെ എന്തെങ്കിലും പറയരുത്. അല്ല, പാർട്ടി ഓരോ ഘട്ടത്തിലും എടുക്കുന്ന തീരുമാനങ്ങൾ എപ്പോഴും ആ ഘട്ടത്തിലുള്ള ശരിയാണ്. ആ ശരിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് തീരുമാനം എടുക്കുന്നത്. അത് അന്നത്തെ ശരിയാണ്. അല്ല, അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അദ്ദേഹം ധരിക്കുന്നത് അദ്ദേഹം മാത്രം ശരിയാണ്, മറ്റുള്ളവരൊക്കെ തെറ്റാണെന്നാണ് ധരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം ഇതിനൊക്കെ ന്യായീകരണം കണ്ടെത്താൻ വേണ്ടി അദ്ദേഹം പറയുന്ന വാദം എന്താ? ഇപ്പോഴുള്ളവരൊന്നും ആരും എതിർത്ത് പറയില്ല, ആരും വിമർശനം ഉന്നയിക്കൂല. ഒന്നുകൂടെ വിമർശനം ഉന്നയിക്കാത്തത് അവർക്കൊക്കെ മേലെ എത്തണം. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹത്തിന്റെ ലക്ഷ്യം ടി ഐ മസൂദനാണ്. ടി ഐ മസൂദനെ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ് ആ സമയത്ത്. ആ ടി ഐ മസൂദനെ സോപ്പിട്ടതിനെ കൊണ്ട്, അതാണല്ലോ അദ്ദേഹം പറഞ്ഞതിന്റെ ഉദ്ദേശം, അദ്ദേഹത്തെ ഒന്ന് ഇങ്ങനെ സോപ്പിട്ട് നിർത്തിയതിനെ കൊണ്ട് കൂടുതൽ പാർട്ടി ജില്ലാ സെക്രട്ടറിക്കോ അന്നത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കോ ഏത് കമ്മിറ്റിയിൽ എത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം വി ഉണ്ണികൃഷ്ണൻ എത്തപ്പെട്ടുള്ള പതനം എന്ന് പറഞ്ഞാൽ അതിഭീകരമായ ഭയാനകമായ പതനത്തിലാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. അദ്ദേഹം സ്വയം ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കട്ടെ. അദ്ദേഹം എത്രമാത്രം അധപ്പതിച്ചു പോയി എന്ന് സ്വയം ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ അയാൾക്ക് മനസ്സിലാവും. ഇപ്പൊ ഞങ്ങൾക്ക് നേരെ ഇങ്ങനെ ചൂണ്ടാണല്ലോ, ചൂണ്ടുന്ന സമയത്ത് സ്വന്തം നേരെ 4 വിരലുകൾ ചൂണ്ടുന്നുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കണം. പാർട്ടിക്കകത്ത് ഇങ്ങനെയാണോ സമീപനം സ്വീകരിക്കുക? താനൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ആ അഭിപ്രായം അല്ലാതെ അതിനപ്പുറം മറ്റൊന്നുമില്ല. മറ്റുള്ളവരുടെ യുക്തിബോധവും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും അതിനൊന്നും ഒരു വിലയില്ല. താൻ പറഞ്ഞ കാര്യം തന്നെ അത് നടന്നുകൊള്ളണം. അത് കമ്മ്യൂണിസ്റ്റ് രീതിയല്ല, അത് ജനാധിപത്യ കാഴ്ചപ്പാടല്ല. അതിന് പറയുന്ന പേര് വേറെയാണ്. അപ്പൊ ഞാൻ പിടിച്ച മുയലിന് കൊമ്പ് 2 എന്ന് ആരും ചിന്തിക്കണ്ട. സൂക്ഷ്മമായി നോക്കിയാൽ ആ മുയലിന് കൊമ്പില്ല എന്ന് മനസ്സിലാവും. അതുകൊണ്ട് കൊമ്പ് ഉണ്ട് എന്ന് വിചാരിച്ച് നടക്കുന്നതാണ് തെറ്റ്. എന്താവശ്യത്തിന് പാർട്ടിയുടെ രീതി പാർട്ടിക്കകത്ത് പറയണമെന്നല്ലേ? പാർട്ടിയുടെ നിയതമായ സംഘടനാ രീതിയുണ്ട്. ആ സംഘടനാ രീതി അനുസരിച്ച് വരവ് ചെലവ് കണക്ക് പാർട്ടിയാണെങ്കിൽ നിങ്ങൾ എന്താ ധരിക്കുന്നത്? ഈ പാർട്ടിക്കകത്ത് പാർട്ടി എന്ന് പറഞ്ഞാൽ എല്ലാം ഇമാതിരി കാര്യങ്ങളൊക്കെ മൂടി വെക്കുന്ന പാർട്ടി എന്നാ? പാർട്ടിക്ക് കൃത്യമായിട്ട് സുതാര്യതയുണ്ട്. ആ സുതാര്യത നേതാവിന്റെ സുതാര്യതയല്ല. ഞാൻ ചോദിക്കട്ടെ, ഇതേ ചോദ്യം ഇത് പാർട്ടി ഫണ്ടിനെ കുറിച്ചല്ലേ നിങ്ങൾ ചോദിക്കുന്നേ? നിങ്ങള് ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിന്റെ പത്രസമ്മേളനത്തില് വയനാട് ഫണ്ടിന്റെ കണക്ക് ഇതുവരെ ചോദിക്കുന്ന ഏഷ്യാനെറ്റ് ഏത് പൈസ കൊടുത്തു? ഏത് കണക്കാ അവർ വെച്ച്? എപ്പോ പറഞ്ഞു? അല്ല, പിരിച്ചതിന്റെ കണക്കുണ്ടോ? പിരിച്ചെന്നുള്ളതിന്റെ കണക്കുണ്ടോ? അത് പറയാ. അത് 1 കോടി രൂപ വളരെ റൗണ്ടായിട്ട് പണം പിരിക്കലല്ലേ? അതാണ് പറഞ്ഞത്. നിങ്ങൾ CPM അങ്ങനെ കാണേണ്ട കാര്യമില്ല. അതാ ഞാൻ പറയുന്നത്. CPIM പൊതു ആവശ്യത്തിന് വേണ്ടി പിരിച്ച ഏത് ഫണ്ടാണ് പബ്ലിക് ഡൊമൈനിൽ നൽകാതിരുന്നത്? ഏത് ഫണ്ടാ നിങ്ങൾ പറയും? ഇത് പാർട്ടി ആവശ്യത്തിന് വേണ്ടിയുള്ള ഫണ്ടാണ്. പറയുന്നവർക്ക് പാർട്ടി ആവശ്യത്തിന് വേണ്ടി ശേഖരിക്കുന്ന ഫണ്ട് പാർട്ടി കമ്മിറ്റികളാണ് സാധാരണ നിലയിൽ പാർട്ടി കമ്മിറ്റികളാണ് അംഗീകരിക്കുന്നത്. പാർട്ടിയുടെ ബോധ്യം അത്. ആ ബോധ്യം പാർട്ടിക്കുണ്ട്. ഉയർന്ന സാഹചര്യം, ഇപ്പൊ ഒരു ആക്ഷേപം ഉയർന്നല്ലോ, ആ സാഹചര്യത്തിൽ
പാർട്ടിക്ക് അതിൽ അത് നിങ്ങളുടെ ആക്ഷേപമല്ലേ? പാർട്ടിക്ക് ബോധ്യമുള്ള കാര്യം പാർട്ടി എന്തിനാ നിങ്ങളോട് പങ്കുവെക്കുന്നത്? ജനങ്ങൾ ചോദിച്ചാൽ, ഈ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന ഏത് മനുഷ്യൻ ചോദിച്ചാലും ആ കണക്ക് അവരോട് പാർട്ടിക്ക് പറയുന്നതിന് ഒരു വിഷമമില്ല. പക്ഷെ നിങ്ങൾ മാധ്യമ പ്രവർത്തകരോട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, അത്രയേ ഉള്ളൂ. നിങ്ങൾ അത് വെറുതെ ആവർത്തിക്കണ്ട. എന്റെ നിലപാട് മാറൂല. വെറുതെ എന്തിനാ സമയം കളയുന്നത്? വേറെ എന്തെങ്കിലും കൊണ്ട് ചോദിക്കും. അതിന്റെ തന്നെ നിലപാട് മാറൂല. ഏതാ അത്? ഞാൻ കൃത്യമായിട്ട് നോക്കിയിട്ട് പറയാം. ഏതാ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ചില റെസീറ്റ് ബുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ചിലത് തിരിച്ചു വന്നിട്ട് ചിലത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. റെസീറ്റ് ബുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ നഷ്ടപ്പെട്ട റെസീറ്റ് ബുക്കിനെ ചൊല്ലിയാണ് ഓഫീസ് സെക്രട്ടറിക്കെതിരായി നടപടിയെടുത്തത്. ഞാൻ പറഞ്ഞല്ലോ ഓഫീസ് സെക്രട്ടറിക്കെതിരായി നടപടിയെടുത്തു. അതെ. അല്ല, അതിന് ശേഷം എന്താണെന്ന് നോക്കിയിട്ട് പറയും. ഏതാ? അങ്ങേയറ്റം തെറ്റായ കാര്യം അത്. അതൊക്കെ പരിശോധിച്ചാണ്. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായില്ല. ഫണ്ട് ശേഖരിക്കാൻ വേണ്ടി ആരും ഏൽപ്പിച്ചിട്ടില്ല. ഇപ്പൊ ഞാന് ഒരു കാര്യം പറയാം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഞാൻ ഒരാളുടെ അടുത്ത് ഫണ്ട് ശേഖരിക്കുകയാണ്. അയാൾ പറയുകയാണ് ഞാൻ ഇന്ന കടയിൽ കൊടുക്കുകയാണ്. കൊടുക്കുന്ന ആള് ഈ പണം വാങ്ങിയിട്ട് ഒരു കടയിൽ കൊടുക്കുകയാണ്. അപ്പൊ കൊടുക്കുന്ന ഞാനല്ല ഫണ്ട് കൊടുക്കുന്നത്, ഞാൻ വേറൊരാളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഏൽപ്പിച്ചു കൊടുക്കുന്ന ആളെ ഫണ്ട് വാങ്ങിയിട്ട് വേറൊരു കടയിൽ കൊടുക്കുകയാണ്. അപ്പൊ ഫണ്ട് വാങ്ങിയിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്ന ആള് വേറൊരാളോട് പോയിട്ട് പറയാണ് ഇതാ ഇയാളെ ഫണ്ട് ശേഖരിക്കാൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ആരും പാർട്ടി ചുമതലപ്പെടുത്തിയിട്ടില്ല. ചിലപ്പോ ഫണ്ട് എവിടെയെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടാവും, അത് വാങ്ങിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അപ്പൊ ശരി, താങ്ക് യു.